ഒരുമിച്ച് എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും വിശ്വസിക്കുന്നവരെല്ലാം നേറ്റു പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. എനിക്ക് ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ ഇന്ന് വർണ്ണിക്കും. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോട് ഞാൻ സുവിശേഷം പ്രസംഗിക്കും. രോഗികളെ ഇന്ന് സൗഖ്യമാക്കും, ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരും. കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനും കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും എനിക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തത്തില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിൽ എനിക്ക് പരിപൂർണമായിട്ടുള്ള ജയമാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുകയും കർത്താവ് നമ്മളെ സകല കാര്യത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. നമുക്ക് കൃപയാൽ ഇന്ന് പ്രാർത്ഥിക്കാം. വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആമേ. നമ്മൾ ഇന്നലെ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടു, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ആൾ മാറിയവനെ പോലെയാകും. ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതാണ് അഭിഷേകം. നമ്മൾ ഈ ദിവസങ്ങളിൽ അഭിഷേകത്തെ പറ്റിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഭിഷേകത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ടെന്ന് നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. ദൈവിക അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പരിശുദ്ധ ആത്മാവ് വരുന്ന നിമിഷം തന്നെ നിങ്ങളിൽ ദൈവിക അഭിഷേകം വന്നു കഴിഞ്ഞു. ദൈവിക അഭിഷേകം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തികൾ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്. നിങ്ങൾക്ക് ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആമേൻ. നമുക്ക് വേഗത്തിൽ തന്നെ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ, നമ്മൾ ഇന്നലെ കേട്ടതുപോലെ തന്നെ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ആൾ മാറിയവനെ പോലെ ആയിത്തീരും. വചനത്തിൽ പറയുന്നത് പോലെ തന്നെ നമ്മൾ ആൾ മാറിയവനെ പോലെ ആയിത്തീരും. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്, ദൈവം നമ്മളെ കാണുവാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളുടെ യേശു ക്രിസ്തുവിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടാണ്. അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മുമ്പിലുള്ള പല സാധ്യതകളെയും ചിലപ്പോൾ കണ്ടിട്ടായിരിക്കും നിങ്ങളും ഞാനുമൊക്കെ നമ്മുടെ പല വിശ്വാസത്തിൻ്റെയും നമുക്ക് പല കാര്യങ്ങളും ക്രിസ്തുവിൽ വളരാൻ കഴിയാത്തതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, പല സാധ്യതകളാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ മുമ്പിൽ നമ്മുടെ ചുറ്റുവട്ടത്തോ നമ്മുടെ പരിസരത്തോ ഹോസ്പിറ്റലുകളോ മെഡിക്കൽ സ്റ്റോറുകളോ ഇല്ലാത്തൊരവസ്ഥ വന്നാൽ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യും? ദൈവത്തിലേക്ക് ആശ്രയിക്കും. കാരണം നമുക്ക് നമ്മുടെ മുമ്പിൽ അത്രയും വലിയൊരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളൊരു അവസ്ഥ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നിൽക്കുന്ന ഒരു ശൂന്യത. ഞാനിവിടെ നിങ്ങൾ ഈ വാക്യം നോക്കിയാണ് നമ്മൾ ദൈവിക അഭിഷേകത്തെയും അഭിഷേകം എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നതും എങ്ങനെയാണ് ദൈവിക അഭിഷേകത്തിൽ വളരുവാൻ കഴിയുന്നതെന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അന്യഭാഷാ വരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അന്യഭാഷാ വരം നമുക്ക് വലിയ അനുഗ്രഹമാണ്. നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തുറന്നു വരും. ഞാൻ നേരത്തെ അന്യഭാഷയെ പറ്റിയൊരു ക്ലാസ് ഉള്ളതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ 1 ശമൂവേൽ 10-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ് അവിടെ കൊടുത്തിട്ടിരിക്കുകയാണ്. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കും. ആള് മാറിയവനെ പോലെ മറ്റൊരു വ്യക്തിയായി നീ മാറും. അതേപോലെ നീ എന്ത് തീരും? വചനം പറയുന്നത് നീ പ്രവചിക്കും. അപ്പോൾ ഒത്തിരി ദൈവത്തിലുള്ള കഴിവുകൾ നമ്മുടെ മേലേക്ക് വെളിപ്പെടുന്നതാണ് അഭിഷേകം. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ, അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇന്നലെ കേൾക്കാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ കിടപ്പുണ്ട് ആ വീഡിയോ. അതിൻ്റെ ബാക്കിയാണ് നമ്മളിവിടെ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വലിയൊരു സാധ്യത കിടപ്പുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവികമായിട്ടുള്ള സാധ്യതകളിലേക്ക് എത്തിപ്പെടണം. ഇവിടെ ഞാൻ മറ്റൊരു വാക്യം ഒന്ന് വായിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകമെങ്കിലും ഇവിടെ നിങ്ങൾ നോക്കിയാൽ പെന്തക്കോസ്ത നാൾ വന്നപ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം, എല്ലാവരും ബൈബിൾ എടുത്തോണം. അപ്പോസ്തലപ്രവൃത്തി പറയുകയാണ്, പെന്തക്കോസ്ത നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം ആകാശത്തു നിന്നുമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മൊത്തവും നിറച്ചു. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണം. ഞാൻ ഇതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് വേഗത്തിൽ പോകാം. 1-ാം അധ്യായം വായിക്കുന്ന സമയത്ത് നോക്കിയാൽ മതി. ഇവിടെ
തിയോഫിലോസെ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിന് കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെയും അവർ ചെയ്തും ഉപദേശിച്ചും കൊണ്ട് തുടങ്ങിയ സകല കൽപ്പനയെക്കുറിച്ചായിരുന്നു. യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ച ശേഷം 40ഓളം നാൾ അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തു. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിൻ്റെ മേലാണ് ഒരു വിശ്വാസി. യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നു, ജീവനുള്ള കർത്താവ് ഇന്ന് നമ്മുടെ നടുവിലുണ്ട് എന്ന ഉറപ്പിലാണ് ഒരു വിശ്വാസി മുന്നോട്ട് ജീവിക്കേണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ കേട്ടോണം, ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ അവർ കൂടിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇത് നിസ്സാര കാര്യമല്ല. യേശുക്രിസ്തു മരിച്ചു. യേശുക്രിസ്തു മരിച്ചത് എങ്ങനെയാണ്? ക്രൂശീകരണത്തിലൂടെ. റോമൻ ഗവൺമെൻറ് മൃഗീയമായി യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റി. യഹൂദ സമുദായം മുഴുവനും യേശുവിനെതിര്, കർത്താവിൻ്റെ ശിഷ്യന്മാർക്കെതിര്. നിങ്ങൾക്കറിയാവോ, യഹൂദൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് പോലെയല്ല. ഇന്നും അവരുടെ ഇടയിലൊക്കെ അങ്ങനത്തെ കൾച്ചറുകളിലൊക്കെ ജീവിക്കുന്നവരാണ് യഹൂദന്മാർ. നിങ്ങൾ അവരെ നോക്കിയാൽ മതി. അവർ ഇപ്പം നിങ്ങളുടെ നാട്ടിൽ വന്നൊരു യഹൂദൻ ഒരു 3-4 പേര് ഫാമിലി താമസിച്ചാൽ നിങ്ങളുമായിട്ട് അവരെന്ത് ചെയ്യത്തില്ല, മിങ്കിൾ ചെയ്തില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു കല്യാണത്തിന് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും, ചിലപ്പോൾ നല്ല പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലോട്ടൊക്കെ പോവും, നമ്മൾ അവരുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരും അല്ലേ. പക്ഷേ യഹൂദൻ എന്ത് ചെയ്യത്തില്ല, ഒരു പരിധിക്കപ്പുറം ഒരു മനുഷ്യനുമായിട്ട് അവർ ക്ലോസ് ആകത്തില്ല. അവർ വലിയ വിശുദ്ധി പറയുന്ന ആൾക്കാരായതുകൊണ്ട് മറ്റു ആളുകളുമായിട്ട് അവർ ഒത്തിരി എന്ത് ചെയ്യത്തില്ല, ഒരു പരിധിക്കപ്പുറം അവർ കയറത്തില്ല. എന്നാൽ ഈ യേശുവിൻ്റെ പുറകെ പോയ കാരണത്താൽ നിങ്ങൾ ഓർത്തണം, യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച അതേ ഗവൺമെൻറ് അവിടെയുണ്ട്, റോമൻ ഗവൺമെൻറ് അവിടെയുണ്ട്. അത് മാത്രമല്ല, യഹൂദ സമുദായം മുഴുവനും കർത്താവിൻ്റെ ശിഷ്യന്മാർക്കെതിരാണ്. അവരുടെ സിനഗോഗുകളിലും അവരുടെ പള്ളികളിലുമൊക്കെ വിലക്കുകൾ വന്നു. ശിഷ്യന്മാർക്കെതിരെ അവരെന്ത് ചെയ്തു, ഒത്തിരി അവരെ ആക്രമിക്കാൻ വേണ്ടി, നമുക്കറിയാം, പേടിച്ച് യേശു മരിച്ച സമയത്ത് ശിഷ്യന്മാരെല്ലാം ചെതറിപ്പോയി. ഇങ്ങനെ പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാരോട് യേശു പറയുന്നത്, നിങ്ങൾ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, ഇത് ചെറിയൊരു കാര്യമല്ല. ഇവരുടെ മുമ്പിൽ ഇനി ഒരു സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. യേശു കൂടെ ഇല്ല. അതായത് യേശു ശരീരത്തിൽ അവരുടെ കൂടെ ഇല്ല. യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയരത്തിലേക്ക് കയറിപ്പോയി. എന്നാലോചിച്ച് നോക്കി, ശിഷ്യന്മാർ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ നാട് പോലെ ഇന്നത്തെ കാലഘട്ടത്തിലെ ടെക്നോളജി ഒന്നും അവിടെ ഇല്ല. അവർക്ക് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. ഒന്നാമത്, യേശുക്രിസ്തുവിനെ ക്രൂശിച്ച റോമൻ ഗവൺമെൻറ് അവിടെയുണ്ട്. രണ്ടാമത്, യഹൂദൻ്റെ വലിയൊരു എതിർപ്പ് അവരുടെ നടുവിലുണ്ട്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്, ഒന്നാലോചിച്ച് നോക്കി, ശിഷ്യന്മാർക്കാണെങ്കിൽ എടുത്തു പറയാൻ തക്കതായിട്ടുള്ള വലിയ ക്വാളിറ്റികളൊന്നും ഇല്ലാത്തവരാ. ഇവർ നമ്മളെപ്പോലെ തന്നെ ഒരു സാധാരണക്കാരാ. അപ്പോൾ ഈ സാധാരണക്കാരോട് കർത്താവ് പറയുകയാണ്, പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങൾ പിതാവിൻ്റെ വാഗ്ദത്തം, അതായത് പരിശുദ്ധാത്മാവ് എന്ന പിതാവിൻ്റെ വാഗ്ദത്തം നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങളെ അവിടുന്ന് വിട്ടു പോകാവുള്ളൂ. അപ്പോൾ ഈ ശക്തിയുമായിട്ടൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ വിശ്വാസി ജീവിക്കേണ്ടത് പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാലാണ്. നിങ്ങൾ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചു എങ്കിൽ നിങ്ങളുടെ ജീവിതം എല്ലാ ദിവസവും യേശുവിലുള്ള ജീവിതമാണ്. യേശുവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതമാണ്. ഞാൻ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് സങ്കല്പിക്കണം. നമ്മുടെ മുമ്പിലുള്ള ഒരു സാധ്യതയുണ്ടല്ലോ, നമ്മുടെ വരുമാനം, നമുക്ക് ചുറ്റുമുള്ള ഹോസ്പിറ്റലുകൾ, നമുക്ക് ചുറ്റുമുള്ള മെഡിക്കൽ സ്റ്റോറുകൾ, നമുക്ക് ചുറ്റും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ ഒരു കൂട്ടം ആളുകളുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയെന്നിരിക്കട്ടെ. നിങ്ങളുടെ കൂട്ടുകാരോ നാട്ടുകാരോ ഹോസ്പിറ്റലോ ഫെസിലിറ്റികളോ ഒന്നുമില്ലാത്തൊരു റിമോട്ടായിട്ടുള്ളൊരു പ്ലേസിലേക്ക് നിങ്ങൾ പോയി എന്നിരിക്കട്ടെ. ആ സ്ഥലത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ഭാഷ പോലും അറിയാത്തൊരു സ്ഥലത്ത് നിങ്ങൾ പോയി, നിങ്ങൾ അവിടെ പെട്ടുപോയെന്നിരിക്കട്ടെ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയല്ല അവർ ഉപയോഗിക്കുന്നത്. നല്ല ആഹാരം അവിടെ ഇല്ല, നല്ല വസ്ത്രം നിങ്ങൾക്ക് ലഭിക്കാനില്ല, നല്ല ഹോസ്പിറ്റൽ അവിടെയില്ല, ഒരു മെഡിക്കൽ സ്റ്റോർ അവിടെയില്ല, ഒരു പാരസിറ്റാമോൾ പോലും കിട്ടാൻ ഒരു സാധ്യതയില്ല. നിങ്ങളെ പണം തന്ന് സഹായിക്കാൻ ഒരു ബന്ധുക്കാരനോ കൂട്ടുകാരനോ ഒന്നുമില്ലാത്ത ഒരു സിറ്റുവേഷൻ. ഒന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ച് നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആകെയുള്ള ആശ്രയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വെച്ച ഒരു ബൈബിളുണ്ട്. നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, നിങ്ങളുടെ കൈവശം ഒരു ബൈബിളുണ്ട്. ഇത് മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ബൈബിള്
ഒരു എന്താ പറയുന്നത് ആഗ്രഹത്തോടെ വായിച്ചൊരു സന്ദർഭം ഉണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ പഠിച്ചതിന് ശേഷം ട്രെയിനി ആയിട്ട് ബാംഗ്ലൂർ പോകുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ എനിക്കിങ്ങനെ വയറ്റിൽ നിന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് എന്തോ സംഭവിച്ചതാണ്, ഫുഡ് പോയിസൺ എന്തോ ആണ്. എനിക്ക് തോന്നുന്നൊരു 22 ദിവസത്തോളം എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വയറ്റിൽ നിന്ന് പൊക്കോണ്ടിരിക്കുക. എനിക്കൊന്നും കഴിക്കാൻ കഴിയുന്നില്ല. ആദ്യത്തെ ഒരു 4-5 ദിവസമൊക്കെ ഞാൻ എന്തെങ്കിലും കഴിക്കുമ്പോൾ അപ്പം തന്നെ ഒരു ദിവസം തന്നെ 4-5 തവണ ഇങ്ങനെ വയറ്റിൽ നിന്ന് ബുദ്ധിമുട്ടായിട്ട് പൊക്കോണ്ടിരിക്കുക. ആ ഏരിയയിലാണെങ്കിൽ ഞാൻ പോയൊരു വല്ലാത്തൊരു എന്താ പറയുന്നത് ഉൾപ്രദേശമായിപ്പോയി. അവിടെ നല്ലൊരു ചികിത്സയില്ല. ഒന്നാമത് ഭാഷയുടെ പരിമിതിയുണ്ട്. ഞാനാണ് വല്ലാതെ വിഷമിച്ചു. കയ്യിലാണെങ്കിൽ ആ സമയത്ത് എൻ്റെ പൈസയൊന്നുമില്ല. 2007-ലോ 2006-ലോ കാര്യം ഞാൻ പറയുന്നത്. വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുമായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും എല്ലാം ചെറുപ്പക്കാരാണ്. അവരൊക്കെ അവിടെ ട്രെയിനി ആയിട്ട് വന്നവരാണ്. അവർക്ക് എന്നെ നോക്കാനോ പരിചരിക്കാനോ പറ്റുന്നില്ല. ആദ്യത്തെ ഒരു 3-4 ദിവസം പലരും എന്നെ സഹായിച്ചു. പല ഒറ്റമൂലികളും ചെയ്തിട്ടും ഒരു രക്ഷയില്ല. 3-4 ദിവസമായപ്പോഴേക്കും എനിക്ക് വെള്ളം കുടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ എനിക്ക് വന്നു. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. വെള്ളം കുടിച്ചാൽ അപ്പം തന്നെ എനിക്ക് വയറ്റിൽ നിന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പൊക്കോണ്ടിരിക്കും. അങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. എൻ്റെ തൂക്കം കുറയാൻ തുടങ്ങി. എൻ്റെ ശരീരം വല്ലാതെ കുറയാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഭാരവും ഭയവും ടെൻഷനും വരാൻ തുടങ്ങി. ആ ഏരിയയിലാണെങ്കിൽ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് പുള്ളിക്കൊന്നും ചെയ്യാനില്ല. എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല. ഞാൻ ഒറ്റപ്പെട്ട ഒരു മുറിയിൽ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു പായയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുക. ഏത് സമയത്തും ഞാൻ മരിക്കും എന്നൊരവസ്ഥയിലൂടെ എനിക്ക് മനസ്സിലായി. കാര്യം എനിക്ക് ടോയ്ലറ്റിലോട്ട് ഞാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം ചിലപ്പോൾ ഞാൻ കുഴഞ്ഞ് വീഴുകയാണ്. എൻ്റെ ശരീരത്തിൽ എനിക്ക് വന്നത് ജലാംശം പോലും നന്നായിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. വെള്ളം കുടിച്ചാൽ പോലും എനിക്ക് പറ്റപ്പോൾ ഞാൻ വെള്ളം കുടിക്കാതിരിക്കും. കാരണം വെച്ചാൽ വെള്ളം കുടിച്ചാലും എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നടക്കാൻ പോലും കഴിയാത്തൊരു 10-20 ദിവസം ഇന്നും എൻ്റെ ജീവിതത്തിൽ ഒരു ഭയാനകമായ ഒരു ദിവസമാണ്. അന്ന് എനിക്ക് ഒരു രക്ഷയില്ല. മരുന്നിനോ അവിടെ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്ന ആൾക്കാർ ഒറ്റമൂലി തരുന്നു, തൈര് തരുന്നു, അത് തരുന്നു, ഒന്നിനും എന്നെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അന്ന് എൻ്റെ ജീവിതത്തിൽ ഞാനിതുപോലെ പ്രാർത്ഥിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നതല്ല. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷെ ആ സമയത്ത് കൈവശം ഒരു ബൈബിൾ ഉണ്ടായിരുന്നു, പുതിയ നിയമത്തിൻ്റെ ഒരു ബൈബിൾ. അത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വായിക്കുക. എന്തിനാണ് വായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും ഒരു രക്ഷ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ എടുത്തു നോക്കിയത് പുതിയ നിയമ പുസ്തകമായതുകൊണ്ട് മത്തായിലുള്ള ആ ഒരു വംശാവലികളായിരുന്നു ആദ്യം. ഇന്നയാളുടെ മോൻ. എങ്കിലും വേദന കൊണ്ടും സങ്കടം കൊണ്ടും രക്ഷയില്ലാത്തൊരവസരം തനിയാവർത്തനം വായിച്ചുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആമേൻ. അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് അങ്ങനെ ഒരു ഭയാനകമായൊരവസ്ഥയിലൂടെ കടന്നുപോയി. ഒന്നും കഴിയാത്തൊരവസ്ഥയിൽ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസി തിരിച്ചറിയണം, നിങ്ങളുടെ മുമ്പിൽ വലിയൊരു സാധ്യത ഇരിപ്പുണ്ട്. എനിക്ക് അന്നറിയത്തില്ല, അന്ന് ഞാൻ വിശ്വാസിയല്ല, മീൻസ് ഞാൻ ഇതുപോലെ വിശ്വാസത്തിൽ വന്നിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുവാണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം, അഭിഷേകം, ദൈവശക്തി, യേശു ക്രിസ്തു, ഇതൊക്കെയും നമ്മുടെ മുമ്പിൽ വലിയൊരു സാധ്യതയാണ്. ആമേൻ. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഓർത്തോണം, നിങ്ങൾ പിതാവിങ്കിൽ നിന്നും കേട്ട വാഗ്ദത്തം പ്രാപിക്കണം, അതിനായിട്ട് കാത്തിരിക്കണം. അപ്പോൾ അഭിഷേകമാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ സഭാചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള എന്താ പറയുന്നത്, നമ്മൾ ഈ കാണുന്ന സഭകളല്ല, അതായത് ഡിനോമിനേഷനുകളല്ല. ഓരോ പള്ളിക്ക് ഓരോ പേരുണ്ടല്ലോ. നിങ്ങളുടെ പള്ളിക്ക് ഒരു പേരുണ്ടായിരിക്കും. ഞാൻ ആ പേരുള്ള പള്ളിയെപ്പറ്റി അല്ല ഈ പറയുന്നത്. ഒറിജിനൽ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ, ആദ്യമ സഭകൾ, ഇവർ തുടങ്ങിയത് വലിയ എതിർപ്പിൻ്റെ കഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ സുവിശേഷവുമായിട്ട് ഗൂഗിൾ മാപ്പോ ഗൂഗിൾ ട്രാൻസ്ലേഷനോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇവർ ഇറങ്ങി പുറപ്പെടുക. ഇവരുടെ കയ്യിൽ ആകെയുള്ള സമ്പാദ്യം ഇന്നത്തെ പോലെ ബൈബിൾ പോലും ഇല്ല. ഇന്നത്തെ പോലെ കാണുന്ന രീതിയിൽ ബൈബിൾ ഇങ്ങനെ പുസ്തകമായിട്ട് വായിക്കുന്ന രീതിയിൽ ഇതൊന്നും ആയിട്ടില്ല. അവരിൽ ആകെയുള്ളത് അഭിഷേകമാണ്. ദൈവിക അഭിഷേകവുമായിട്ട് അവർ യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഇവർ പോയ ചരിത്രത്തിൽ സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ യേശു ക്രിസ്തു എന്താണെന്നോ, ക്രിസ്ത്യാനിത്വം എന്താണെന്നോ, യഹോവ എന്താണെന്നോ, ദൈവം പല ലോകത്തിലെ പല ഭാഗങ്ങളിലേക്ക് ഇവർ പോയി. ഞാൻ പറഞ്ഞല്ലോ, പല സാഹചര്യത്തിലൂടെ കടന്നുപോയി. ഇവർക്ക് ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, വിശ്വാസത്താൽ മുന്നോട്ട് പോവുക. ഏത് പ്രതിസന്ധി വന്നാലും അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സാധ്യത അവരിലിരിക്കുന്ന അഭിഷേകവും ദൈവത്തിന് കേട്ട വചനവുമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നിങ്ങളെ തന്നെ അഭിഷേകത്തിൽ ജ്വലിപ്പിച്ചെടുക്കുന്നവരാകണം.
നമ്മുടെ മുമ്പിൽ ഒത്തിരി സാധ്യതകൾ ഉള്ളപ്പോൾ പലപ്പോഴും നമുക്ക് അഭിഷേകത്തെ കാണാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ വിഷയങ്ങളെ നോക്കി നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കണം. നിങ്ങളിലിരിക്കുന്ന അഭിഷേകത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യാൻ പഠിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹം നിങ്ങളെ എല്ലാത്തിലും യേശുവിൻ്റെ സാക്ഷിയാക്കണമെന്നാണ്. എല്ലാത്തിലും ദൈവത്തിൻ്റെ സാക്ഷിയാക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇപ്പം നിങ്ങൾ നേരിടുന്ന പ്രശ്നമുണ്ടല്ലോ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലൈഫിലോട്ട് നോക്കണം. നിങ്ങളുടെ ലൈഫിൽ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ചെറുതും വലുതും വിഷയങ്ങളുണ്ട് അല്ലേ? ചെറിയ വിഷയമുണ്ട്, വലിയ വിഷയമുണ്ട്. ചെറിയ വിഷയങ്ങൾക്കും വലിയ വിഷയങ്ങൾക്കും നമുക്ക് മാനുഷികമായിട്ട് ചിലർ പറയും, ബ്രദറെ എനിക്ക് കുറേ കടവുണ്ട്, ഈ കടവൊന്ന് മാറിക്കിട്ടിയാൽ എനിക്ക് സമാധാനം. ചിലർ പറഞ്ഞു എനിക്ക് ഒരു രോഗമുണ്ട്. രോഗം പലതരത്തിൽ രോഗമുണ്ട്, ചെറിയ രോഗമുണ്ട്, വലിയ രോഗമുണ്ട്. അപ്പം ഇവിടെയൊക്കെ നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾ ഒരു ദിവസം ഇല്ലാതെ പോയാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ മുമ്പിലുള്ള ഈ സാധ്യതകൾ ഇല്ലാതെ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? നിങ്ങളുടെ മുമ്പിലെ എല്ലാ വാതിലും അടയുമ്പോൾ നിങ്ങൾ യേശുവിലുള്ള വിശ്വാസത്തിൽ ആശ്രയിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ആത്മീയ ബോധത്തിലേക്ക് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ, പല രാജ്യങ്ങളിലും ദൈവമില്ല എന്ന് പറയുന്ന രാജ്യങ്ങൾ മൊത്തം നിങ്ങൾ നോക്കിയാൽ മതി, ഹൈ ഫെസിലിറ്റി ഉള്ള രാജ്യങ്ങളാണ്. നോക്കിക്കേ, ഹൈ ഫെസിലിറ്റി ഉള്ള രാജ്യങ്ങൾക്കാണ് ദൈവമില്ല എന്ന് പറയും. നിങ്ങൾ മൊത്തം ലോകത്തിൽ പരിശോധിച്ച് നോക്കിയോ, ദൈവം ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്ന മുഴുവൻ രാജ്യങ്ങളും അവർക്കെല്ലാം വിരൽത്തുമ്പിലുള്ളവരാ, എല്ലാ ഫെസിലിറ്റി ഉള്ളവരാ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരണത്തെ മുഖാമുഖം കാണുന്ന നിമിഷത്തിൽ ഏത് നിരീശ്വരവാദിയും എന്ത് ചെയ്യും? അറിയാതെ ദൈവത്തിലേക്ക് തിരിയും. നമുക്കറിയാം, പലപ്പോഴും ഡോക്ടർമാർ പറയാറില്ലേ, ഇനി ഒന്നും ചെയ്യാനില്ല, നീ ദൈവമല്ലാതെ ഒരു വഴിയില്ല എന്ന് പറയുമ്പം നമ്മൾ കാണുന്ന എല്ലാ പ്രെയർ ലൈനിലേക്കും വിളിക്കും, എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിക്കാൻ പറയും. എന്തുകൊണ്ടാണ്? അവിടെ ഡോക്ടർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ആദ്യം നമ്മൾ വിശ്വാസ ജീവിതം പഠിക്കേണ്ടത്, നിങ്ങളുടെ മുമ്പിൽ ഏതൊക്കെ സാധ്യതകളുണ്ടോ അത് ഒരു ദിവസം ഇല്ലാതായാൽ എന്ത് ചെയ്യും? ഇവിടെ നിന്നാണ് നമ്മൾ വിശ്വാസ ജീവിതം ആരംഭിക്കേണ്ടത്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ മുമ്പിലെ എല്ലാ സാധ്യതകളും ഞാനിന്ന് മറക്കുകയാണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറ. നമുക്ക് എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ദൈവത്തെ വിശ്വസിച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഭാരം ഞാൻ വരത്തില്ലെന്ന് പറയത്തില്ല, ഭാരങ്ങളും ഭയങ്ങളും ചിന്തകളും ആകുലങ്ങളും സംശയങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. നിങ്ങൾ സ്വന്തമായിട്ട്, ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങളുടെ കൂടെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാനുള്ളതുകൊണ്ടോ, വലിയ സഭയുള്ളതുകൊണ്ടോ, കുറേ ഉപദേശിമാർ കൂടെ ഉള്ളതുകൊണ്ടോ, ഏതെങ്കിലും പുരോഹിതനോ പാസ്റ്ററോ ബ്രദറോ ഒക്കെ ഉള്ളതുകൊണ്ട് ആ ബലത്തിലൊന്നും നടക്കരുതേ. ആരെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെന്നുള്ള ബലത്തിൽ നടക്കരുത് നിങ്ങൾ. അത് എന്താ സംഭവിക്കുന്നത്? ആളുകളുടെ മനസ്സാണ്, എപ്പോൾ വേണേലും മാറാം. ഇന്ന് ചിരിച്ചിരിക്കുന്ന പലരും ചിലപ്പോൾ നിങ്ങളെ തള്ളി പറഞ്ഞെന്നിരിക്കും, കൈവിട്ടെന്നിരിക്കും, നിങ്ങൾക്കെതിരെ ചിരിഞ്ഞെന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ദൈവാശ്രയത്തിൽ നിൽക്കുന്നവരാകണം. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്, പിതാവെങ്കിൽ നിന്ന് കേട്ട ആ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ എന്നിട്ട് നിങ്ങൾ പോകുമ്പോൾ പരിശുദ്ധ ആത്മാവിനെ ആയിട്ട് വേണം പോകാൻ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, നിങ്ങളുടെ യാത്രയിൽ പരിശുദ്ധ ആത്മാവിൻ്റെ കൂടെ യാത്രയാണെന്ന് പറ. ആമേൻ. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കി, നിങ്ങളിപ്പം അനുഭവിക്കുന്ന, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചില ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇങ്ങനെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ആരൊക്കെയോ അയച്ചു വന്നതോ ഷെയർ ചെയ്തതൊക്കെ ചുമ്മാ സ്ക്രോൾ ചെയ്ത് പോയപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്തേക്കുവാണ്, ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരു 40 വയസ്സോ ഒക്കെ കഴിഞ്ഞാൽ പയ്യെ ആൾക്കാരുടെ ചിന്തയുണ്ട്, വയസ്സായി 40 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വയസ്സായി. അപ്പോൾ അതിനകത്ത് കുറേ ഇങ്ങനെ ആൾക്കാർ അയച്ചു വന്നത്, കുറച്ചിങ്ങനെ എന്നോട് ഇങ്ങനെ നോക്കാൻ പറഞ്ഞ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയേക്കുവാണ്, 40 വയസ്സായി, മുട്ടുവേദനയായി, തേയ്മാനമായി, പയ്യെ ഒരു വയസ്സായെന്നുള്ള ചിന്തയിലേക്ക് വന്നിട്ട് കുറേ കമൻറ്റുകളാണ്. ഇവരിങ്ങനെ അങ്ങോട്ട് മനസ്സിനെ തമാശ രീതി പറയുകയാണ്, ചെക്ക് ചെയ്തപ്പം ഷുഗറുണ്ട്, പ്രഷറുണ്ട്, അങ്ങനെയാണ്, ഫാറ്റി ലിവറാണ്. അപ്പോഴേക്കും അപ്പോൾ ഉടനെ ആൾക്കാർ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ മനസ്സിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ രോഗിയാകുമെന്നും വയസ്സായുമെന്നും ക്ഷീണിക്കുമെന്നും ബലം കുറയുമെന്നും ഒക്കെ നമ്മളെ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ശ്രദ്ധിച്ചോണം. നിങ്ങളോട് എത്ര നിങ്ങൾ പ്രായമായാലും ബൈബിളിൽ ഒരു വാക്കാണ്, നരയുള്ളിടത്തോളം കാലം ഞാൻ നിന്നെ ചുമക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും എൻ്റെ ശരീരം ബൈബിൾ പറഞ്ഞതിൻ്റെ കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കും. പറയണം, പ്രായം കൂടിയാലും പ്രായം കുറഞ്ഞാലും ഏത് ഏജിലിരുന്നാലും നിങ്ങൾ പറയണം, എൻ്റെ ശരീരം മേൽക്കുമേൽ ദിവ്യ ആരോഗ്യത്തിൽ ഞാൻ നടക്കും. നിങ്ങളുടെ ലക്ഷ്യം ഇന്നു മുതൽ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ലക്ഷ്യം, കർത്താവ് എനിക്ക് സുവിശേഷത്തിന് വേണ്ടി ലോകത്തിൻ്റെ അറ്റത്തോളം പോകണം. അതിന് നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളുടെ ശരീരത്തിൽ ബലം ആവശ്യമാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ദൈവം അവർക്ക് പണം കൊടുത്തില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്ന സമയത്ത് ദൈവം ഒരു പൈസ, ഞാനത് പലപ്പോഴും പറഞ്ഞു, ദൈവം ഒരു പൈസ, ഞാൻ ചോദിച്ചോട്ടെ, കർത്താവിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ? കർത്താവിന് ശിഷ്യന്മാരെ കൊടുക്കാൻ പൈസ ഉണ്ടോ ഇല്ലയോ? നമുക്കറിയാം, വല കീറുമാറ് നന്മ കൊടുത്തയാളാ. 5 അപ്പം കൊണ്ട് 5000 പേരെ 5000 മാത്രം നമുക്കറിയാം, ആളുകളെ പോഷിപ്പിക്കാൻ ശക്തിയുള്ള ആളാ കർത്താവായ യേശു ക്രിസ്തു. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തില്ല? അവരെ അയക്കുമ്പോൾ, പത്രോസേ ഇന്ന കൈച്ചെലവിന് വേണ്ടി നീ ഇത്രയും പൈസ വെച്ചോ, അല്ലെങ്കിൽ നീ എന്ത് ചെയ്തു, നീ പോകുമല്ലേ, നിനക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവർക്ക് വേണ്ടി ഒന്നും കൊടുത്തില്ല. പക്ഷേ കർത്താവ് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാര്യം പറഞ്ഞു, നീ പരിശുദ്ധ ആത്മാവ് എന്ന വാഗ്ദത്തം പ്രാപിച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്യാവുള്ളൂ. അപ്പം ആലോചിച്ച് നോക്കിയേ, പരിശുദ്ധ ആത്മാവിനെ മാത്രമായിട്ടാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നത്? അവർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരുടെ ആകെ സമ്പാദ്യം എന്തുവാ? അവിടെയുള്ള സമ്പാദ്യം മൊത്തം എന്തുവാ? എന്താ അവരുടെ സമ്പാദ്യം? ഓർക്കെ ഒന്ന് പറഞ്ഞേ, അവരുടെ സമ്പാദ്യം എന്തുവാ? ഇവരാകെയുള്ള സമ്പാദ്യം, ഒരു വിശ്വാസി എപ്പോഴും ഓർത്തോണം, പരിശുദ്ധ ആത്മാവുമായിട്ട് നടക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു സാധ്യതയും ഇല്ലെങ്കിലും, ഒരു പ്രതീക്ഷയും ഇല്ലെങ്കിലും, നിങ്ങൾ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് ഓവർകം ചെയ്യുവാൻ, ജയാളിയായിട്ട് വരുവാൻ അഭിഷേകം മാത്രം മതി. അപ്പോൾ ഒത്തിരി ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിച്ചു, ബ്രദറെ എനിക്ക് അഭിഷേകം ഉണ്ടോ, എനിക്ക് അഭിഷേകം വന്നോ, എനിക്ക് എങ്ങനെ അഭിഷേകമുണ്ട് എന്നൊക്കെ എങ്ങനെ ഈ തിരിച്ചറിയാൻ പറ്റും? ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് യേശുവാണ് കർത്താവ് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? യേശുവാണ് നിങ്ങളുടെ കർത്താവ്, അതായത് എൻ്റെ കർത്തൃത്വം യേശുവാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് മാത്രമേ യേശുവിനെ കർത്താവ് എന്ന് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നുകൂടെ ഞാൻ കയറി പറഞ്ഞാൽ, ഒരു പ്രതിസന്ധി വരിക നിങ്ങളുടെ മുമ്പിൽ, പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അതേ ആ മന്ത്രവാദം എടുക്കലെന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം സാധിക്കുക, എന്നാൽ ഓട്ടോ പിടിച്ച് പോയേക്കാം. ഒരാൾ പറയുകയാണ് ഇന്ന സ്ഥലത്ത് കൊണ്ട് നേർച്ചയിട്ടിട്ട് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് അത്ഭുതം ഉണ്ടാവും, എന്നാൽ അങ്ങോട്ട് പോയേക്കാം. അപ്പം യേശുവിൽ വിശ്വസിക്കുന്നുമുണ്ട്, പക്ഷെ കാണുന്നിടത്തെല്ലാം കറങ്ങുന്ന ആൾക്ക് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവില്ല, നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ കർത്തൃത്വമില്ല. പക്ഷെ ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, കർത്താവായ യേശുവിനെ വിട്ടേച്ച് എനിക്ക് ഒരു പരിപാടി ഇല്ല എന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഉറപ്പോ ധൈര്യമോ വിശ്വാസമോ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് പരിശുദ്ധ ആത്മാവുണ്ട്, നിങ്ങളുടെ അകത്ത് അഭിഷേകമുണ്ട്. പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് അഭിഷേകമുണ്ട്. അഭിഷേകം ഒരിക്കലും സെപ്പറേറ്റ് അല്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അഭിഷേകം വേറെ പരിശുദ്ധാത്മാവ് വേറെ എന്നല്ല. നിങ്ങൾ എവിടെയൊക്കെ നോക്കിക്കോ, എവിടെയൊക്കെ അഭിഷേകം എന്നൊരു വാക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, എവിടെയൊക്കെ അഭിഷേകം എന്ന് കേട്ടോ അവിടെയൊക്കെ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ആത്മാവ് എന്നുള്ള വാക്ക് അവിടെയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വാക്ക് എവിടെയുണ്ടോ അവിടെ എല്ലാം അഭിഷേകമുണ്ട്. അഭിഷേകം എന്ന് പറഞ്ഞാൽ അനോയിന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ അവകാശത്തിലേക്ക് നിങ്ങളെ ജോയിന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അഭിഷേകം. അപ്പൊ നിങ്ങൾക്ക് അഭിഷേകം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ. ഞാനൊരു വാക്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വായിക്കാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 24-ാം അധ്യായം, ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വാക്യം ഒന്ന് പെട്ടെന്ന് നോക്കി. 24-ന്റെ 49 നമുക്കൊന്ന് പെട്ടെന്ന് പോവാം. അതിനുശേഷം നമുക്കിത് ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ എൻ്റെ പിതാവിൻ്റെ കേട്ട വാഗ്ദത്തം ചെയ്തതിനാൽ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. ഈ നഗരത്തിൽ ഇപ്പോൾ ഇവർക്ക് മൊത്തം പ്രതിസന്ധിയാണ്. യേശു ക്രിസ്തു മരിച്ചു, യഹൂദനെതിര്, റോമൻ ഗവൺമെൻറ് എതിര്, നാട്ടുകാരെതിര്, എല്ലാവരും എതിരാ. പക്ഷെ കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നോടം വരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത്.
അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, അവർ കൂടിയിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. ലൂക്കോസിൽ പറയുന്നു പരിശുദ്ധ ഉയരത്തിൽ നിന്നുള്ള ശക്തി. ഇവിടെ രണ്ടാമത്തെ കാര്യം പറയുന്നു പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലും ലൂക്കോസ് 24-ലും പറയുന്ന ഒരേ ആളെ പറ്റിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഈ ശക്തിയും വെച്ചോണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. ഈ ശക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ നിർമ്മിക്കുവാൻ കഴിയും. അപ്പൊ ഈ ശക്തി കൈവച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് ദൈവപ്രവൃത്തികൾ കാണാൻ കഴിയാത്തെന്ന് ചോദിച്ചാൽ, ഈ കയ്യിൽ ഈ ശക്തിയും വെച്ചുകൊണ്ട് നമ്മൾ ബുദ്ധിയിൽ പലതും അന്വേഷിക്കുന്നത് കൊണ്ടാണ്. ബുദ്ധിയിൽ അന്വേഷിക്കുമ്പോൾ ഒരിക്കലും ശക്തി കാണാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. കർത്താവിന്റെ ശിഷ്യന്മാർ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഇവരിവിടുന്ന് നേരെ യെരുശലേമിൽ നിന്ന് പോയി, യഹൂദിയിൽ നിന്ന് പോയി, അതായത് ഇവർ ഒരു ബോർഡർ ഉണ്ടല്ലോ, യഹൂദന്റെ ഒരു ബോർഡർ ഉണ്ട്, യെരുശലേം, യഹൂദിയും ശമരിയും, ഇതെല്ലാം വിട്ടേച്ച് ഇവര് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കുറെ ആൾക്കാരുടെ പേര് പറയും. നമുക്ക് അവരുടെ കുറച്ച് സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കാണണം പർദ്യരും മേദ്യരും എലാമ്യരും മെസപ്പൊട്ടേമിയയിലും ഒക്കെയുള്ള ആൾക്കാർ. അപ്പൊ ഇവിടെ കുറെ സ്ഥലങ്ങളുടെ പേര് നമുക്ക് അതിനകത്ത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു പേര് നമുക്ക് എടുക്കാം. മേദ്യരും, ഇതൊരു സ്ഥലമാണ്. മേദ്യരുടെ അല്ലെങ്കിൽ മെസപ്പൊട്ടേമി നമുക്ക് എടുക്കാം. മെസപ്പൊട്ടേമി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ചെല്ലുക. ഉദാഹരണം പറഞ്ഞാൽ അവിടെ ഒരു ഭാഷയുണ്ട്. വേണ്ട, ഇനി മെസപ്പൊട്ടേമി നമുക്ക് എടുത്ത് മാറ്റിയിട്ട് കുറച്ച് നമുക്കൂടെ അറേബ്യരുടെ നാട്ടിലോട്ട് ഇവർ പോവാണേ. അപ്പൊ പത്രോസ്ലീഹയ്ക്ക് ആകെ അറിയാകുന്നത് യഹൂദന്റെ ഭാഷ, എബ്രായർ ഭാഷയും അരാമിക് ഭാഷയും. അപ്പൊ അറേബ്യയുടെ നാട്ടിൽ പോയിട്ട് പത്രോസ്ലീഹ യഹൂദന്റെ എബ്രായർ ഭാഷയിൽ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി വിശ്വസിക്കുക, ഒരു പരസ്യോഗം നടത്തുവാന്ന് വിചാരിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അറേബ്യ അല്ലെങ്കിൽ യഹൂദ ഭാഷ അറിയാത്ത ഈ അറേബ്യനോട് പോയി പറഞ്ഞാൽ അവരെന്തായിരിക്കും അവരുടെ പ്രതികരണം? നിങ്ങൾ പറ, എന്തായിരിക്കും അവരുടെ പ്രതികരണം? ഒന്നും മനസ്സിലാകത്തില്ല. അപ്പൊ അവരെ ഇത് എന്തുവായി പറയുന്നത്? കാരണം വെച്ചാൽ ഒന്നും മനസ്സിലാകുന്നില്ല. എബ്രായർ ഭാഷയിലോ അരാമിക് ഭാഷയിലോ, ഞാൻ ഇത് പറയുന്നത് അവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ചിലപ്പോൾ ആ ഭാഷ മനസ്സിലാവും. ഉദാഹരണമായിട്ട് പറയാം, ഭാഷ അറിയാത്തൊരു സ്ഥലത്ത് ചെല്ലുക. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്തൊന്നും യഹൂദിയിൽ നിന്നും ഇവിടെ നിന്നൊക്കെ കുറെ ദൂരം, അറേബ്യ തൊട്ടടുത്താന്ന് നമുക്ക് അറിയാം, എങ്കിൽ പോലും ഞാൻ പറയുവാണ്, ഉദാഹരണമാണ്, തെറ്റിദ്ധരിക്കല്ലോ, ഉദാഹരണമാണ്. കുറേ ദൂരമാണെന്ന് വിചാരിച്ചു, കുറേ ദൂരം ഇവരിങ്ങനെ പോയെന്ന് വിചാരിച്ചു. ഒരു ഉദാഹരണമായിട്ട് ഒരു യഹൂദി 1000 കിലോമീറ്റർ അപ്പുറയാണെന്ന് വിചാരിച്ചോ, എനിക്കറിയത്തില്ല കറക്റ്റ് എക്സാക്ട് കിലോമീറ്റർ, ഞാൻ ഉദാഹരണം പറയാം, ഈ സ്ഥലം. അപ്പൊ ഈ സ്ഥലത്തോട്ട് ഇവർ എത്തിപ്പെട്ടു. ഇവർക്ക് ഒന്നാമത് ഇനി അവിടെ താമസിക്കണം, ആഹാരം കഴിക്കണമെങ്കിൽ കാശ് വേണം, അല്ലെ? ആഹാരം കഴിക്കാൻ കാശ് വേണം, താമസിക്കണമെങ്കിൽ ഇനി എവിടെയെങ്കിലും കിടക്കുമെന്ന് വിചാരിച്ചു. ഇനി എന്തായാലും ആഹാരം കഴിക്കണമെങ്കിൽ കാശ് വേണമല്ലോ. ഇനി വണ്ടിക്കൂലി വേണം, യാത്ര ചെയ്യണം, ഇതെല്ലാം ഇവരുടെ മുമ്പിലുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ചെന്നിട്ട് ഇവർക്ക് ആകെ അറിയാവുന്നത് ഇവരുടെ ഭാഷ മാത്രമാണ്. ഇത്രയും പരിമിതി നിന്നുകൊണ്ട് ഇവർ സുവിശേഷം പറഞ്ഞാൽ അവിടെ വല്ലതും സംഭവിക്കുവോ? നിങ്ങൾ പറ, അവിടെ പോയിട്ട് യേശുവിന്റെ സുവിശേഷം പറഞ്ഞാൽ സാധാരണഗതിയിൽ പറ, വല്ലതും സംഭവിക്കുവോ? അപ്പൊ അവിടെയാണ് യേശു പറഞ്ഞത് ശക്തി വേണം. നമ്മുടെ വചനം, നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികളായി മാറണമെങ്കിൽ ആ വചനവും ദൈവശക്തിയും കൂടെ ചേരണം. ഈ ദൈവശക്തിയും വചനവും കൂടെ ചേരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. ഇന്ന് ദൈവത്തിൽ ഏറ്റവും അനുഗ്രഹം എന്നാന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയും രണ്ടും നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മുമ്പിലുള്ള വലിയ വലിയ സാധ്യതകളിൽ നമ്മൾ പലപ്പോഴും ആശ്രയിക്കും. പലരും എന്നൊക്കെ മെസ്സേജ് ഇങ്ങനെ അയക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞു, നിങ്ങളുടെ മുമ്പിലുള്ള ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞത് ബൈബിളിൽ നിന്നല്ല, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമായിക്കോട്ടെ, ആ വിഷയത്തിന്റെ സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല. ആ വിഷയവും സൊല്യൂഷനും ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ബുദ്ധിയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്കൊരു വിഷയമുണ്ട്, എന്നാൽ അതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഭൂമിയിലുണ്ടത്, ഒന്ന് പറഞ്ഞേ. അയ്യോ, സൊല്യൂഷന്റെ കാര്യം ഞാൻ പറഞ്ഞത്.
നിങ്ങൾ വലിയ ആലോചനയിലേക്ക് അങ്ങ് പോവുക. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന വിഷയം എനിക്കുണ്ട്, അതിൻ്റെ സൊല്യൂഷൻ എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സഹോദരൻ വിളിക്കാടകത്ത് പറഞ്ഞ ഒരു ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മുടെ മുമ്പിൽ നമ്മൾ പോലും അറിയാത്ത ഒരു പ്രശ്നത്തിൽ നമ്മൾ അകപ്പെട്ടിരിക്കുക. ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ആ സൊല്യൂഷനിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഒത്തിരി കടമകളിലൂടെ ഞാൻ കടക്കേണ്ടി വരും. ഞാൻ കർത്താവിൻ്റെ ശിഷ്യന്മാരെ തന്നെ എടുക്കാം. കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ഇപ്പം അവിടെ നിന്ന് ഇപ്പം ഈ അറേബ്യ ദേശം യഹൂദിയിൽ നിന്നും അവർക്കൊരു 1000 കിലോമീറ്റർ അപ്പുറമുള്ള ഏതെങ്കിലും ഒരു കൊരിന്തിയ പട്ടണത്തിലോട്ടോ പോകണമെന്ന് വിചാരിച്ചു. ഞാൻ ഈ പറയുന്ന കിലോമീറ്റർ ഒന്നും ശരിയാണെന്ന് വിശ്വസിക്കില്ല, എനിക്ക് കണക്കൊന്നും അറിയത്തില്ല. ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, 1000 കിലോമീറ്റർ അപ്പുറേ പോകണം. ഇവരുടെ മുമ്പിലാണെങ്കിൽ കയ്യിൽ ഒരു പൈസ, കർത്താവാണ് ഇവർക്ക് കാശ് കൊടുത്തില്ല. ഇവരിൽ ആകെ ഉണ്ടായിരുന്നത് അഭിഷേകമാണ്. ഓർത്തോണം, ആരും വായ്പ കൊടുക്കത്തില്ല. കാര്യം യഹൂദൻ ഒന്നാമത് ശിഷ്യന്മാരെ കണ്ണ് കീടയിന് കാണരുത്. കുടുംബക്കാർക്കും എതിർപ്പ്, നാട്ടുകാർക്കും എതിർപ്പ്, വീട്ടുകാർക്കും എതിർപ്പ്, പള്ളിക്കാർക്കും എതിർപ്പ്, റോമൻ ഗവൺമെന്റിനും എതിർപ്പ്, വരുന്നവരും പോകുന്നവർക്കും എല്ലാം ഇവരെ ഇഷ്ടമല്ല. യേശുവിൻ്റെ കൂടെ പോയതുകൊണ്ട് ഇവർക്കാണെങ്കിൽ സുവിശേഷം പറയാൻ വേണ്ടി കൊരിന്തിയ പട്ടണത്തിൽ പോകുകയും വേണം, കയ്യിൽ പൈസ വേണം, താമസം വേണം, ഭാഷ അറിയണം. ഇത്രയും പരിമിതികൾ ഇവരുടെ അകത്തുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും കർത്താവിൻ്റെ ശിഷ്യന്മാർ ആ രാജ്യങ്ങളിൽ, ആ സ്ഥലങ്ങളിലേക്ക് ഇവർ യാത്ര ചെയ്തത്? എവിടെ നിന്ന് കിട്ടി ഇവർക്ക് ഈ സോഴ്സ്? നടന്ന് പോയാൽ അങ്ങനെയൊന്നും എത്തുന്ന സ്ഥലങ്ങളൊന്നും അല്ല ഇത്. ഇന്നത്തെ പോലെ നടക്കാൻ ടാറിട്ട വഴികളില്ല. കാട്ട് വഴികളിലൂടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അത് മാത്രമല്ല, കഴിക്കുവാൻ ആഹാരം വേണം, എല്ലാം പരിമിതിയുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണം, അവിടെയാണ് നിങ്ങൾ ഉപദേശിക്കേണ്ടത്. ദൈവത്തിൻ്റെ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കും. അപ്പൊ അവിടെ നിങ്ങൾ നോക്കിയാൽ യേശുവിന്റെ മുമ്പിലേക്ക് ഒരു കല്ലെടുത്തു കൊടുത്തിട്ട് ആത്മീയമായിട്ടല്ല പിശാച് പറയുന്നത്, ആത്മീയ കാര്യമല്ല അവിടെ പറഞ്ഞത്. യേശുവിന് വിശന്നിരുന്നപ്പോഴാണ് ഇത് പറയുന്നത്. അപ്പൊ വിശപ്പ് സഹിക്കാൻ വയ്യാതെ യേശു വിശന്നിരുന്നപ്പം യേശുവിന്റെ മുമ്പിലേക്ക് ഒരു കല്ലെടുത്തു കൊടുത്തിട്ട് പറയുകയാണ്, ഈ കല്ലിനോട് അപ്പമാകുക. അതായത് ആത്മീയ ചോദ്യമല്ല ഇത്, വിശപ്പിന് വേണ്ട ആഹാരമാണ്. യേശുവിന്റെ മറുപടി എന്നാണെന്നറിയാവോ? സ്വർഗത്തിലെ ദൈവം എനിക്ക് ഇവിടുന്ന് വേണ്ടി മന്ന കൊഴിക്കൂ എന്നല്ല പറയുന്നത്. യേശുവിന്റെ മറുപടി ഇതാണ്, വചനത്താൽ ജീവിക്കും. അപ്പൊ വചനത്തിൻ്റെ അകത്ത് എനിക്ക് വേണ്ട അപ്പമുണ്ട്, എനിക്ക് വേണ്ട നന്മകളുണ്ട്. അതിനെ ഓപ്പറേറ്റ് ചെയ്യുവാൻ പിശാചിന് കഴിയത്തില്ല. പരിശുദ്ധ ആത്മാവുള്ളൊരു വ്യക്തിക്ക് എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മുമ്പിലുള്ള ഓരോ വിഷയങ്ങളെയും നിങ്ങൾ പരിശുദ്ധ ആത്മാവിലൂടെ അതിനെ എന്ത് ചെയ്യണം? കാണണം. അതായത് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വിശ്വസിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വിശ്വസിക്കുക ഒരു കാര്യം, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വചനം എടുത്തുകൊണ്ട്, ഈ വചനം ദൈവശക്തി എൻ്റെ അകത്തുണ്ട്, ദൈവശക്തി എൻ്റെ അകത്തുണ്ട്, വചനം എൻ്റെ ബൈബിളിലുണ്ട്. കണ്ടോണം, ദൈവശക്തി എൻ്റെ അകത്തുണ്ട്. ഇത് നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ ഹൃദയത്തിൽ കയറണം. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാൻ പറ്റിയ നിങ്ങളുടെ അകത്ത് അഭിഷേകമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ദൈവശക്തിയുണ്ട്. ഇത് നിങ്ങളുടെ അകത്തുണ്ട്. ഈ നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവശക്തി പ്രവർത്തിക്കണമെങ്കിൽ വചനം വേണം. വചനത്തിലൂടെ മാത്രമേ പരിശുദ്ധാത്മ ശക്തി പ്രവർത്തിക്കത്തുള്ളൂ. പരിശുദ്ധാത്മ ശക്തിയുടെ പ്രവർത്തനം നടക്കണമെങ്കിൽ എപ്പോഴും വചനം അടിസ്ഥാനമാണ്. നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം? വചനം പറയണം. നിങ്ങൾ എന്തിങ്ങനെ വചനം പറയുന്ന ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? ആ വചനം പറയണം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വചനം ഏറ്റു പറയുമ്പോൾ, ആ വചനം ഏറ്റുപറയുമ്പോൾ പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വചനത്തിലൂടെ എൻ്റെ മുമ്പിൽ സാക്ഷ്യമായി മാറും. ശ്രദ്ധിച്ചോണം, വചനത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ആ പറയുന്ന വചനം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവുമായി ചേർന്നിട്ട് അവിടെ ഒരു സൃഷ്ടിപ്പ് നടക്കും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ മുമ്പിലുള്ള പലപ്പോഴും നമ്മളെപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്ന ആൾക്കാർ? എല്ലാ വഴിയും അടയുമ്പോഴല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് എല്ലാ സമയങ്ങളും മാറ്റിവെച്ച് പലപ്പോഴും പല ആളുകളും, എല്ലാവരും അല്ല കേട്ടോ, ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എനിക്കറിയാവുന്നൊരു സഹോദരി പണ്ട് ഈ മുമ്പിൽ വന്ന് ഭയങ്കര അന്നത്തെ ദിവസം ആരാധനയും പാട്ടും സ്തുതിയൊക്കെയാണ്. എനിക്ക് അതിനപ്പോൾ ചോദിക്കും, എന്നാ വിഷയം? ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ആ സഹോദരി ഏറ്റവും മുമ്പിൽ നിന്നുകൊണ്ട് ഭയങ്കര ആരാധനയും പാട്ടും, അല്ലാത്തപ്പോൾ ആ ഏരിയ പോലും കാണത്തില്ല. അപ്പോൾ ആ ഫ്രണ്ടിൽ വന്ന് ഒത്തിരി അങ്ങ് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ അറിയാം എന്തോ വിഷയമുണ്ട്, അല്ലാത്തപ്പോൾ ആ ഏരിയ പോലും വരത്തില്ല, തിരക്കാം. ആമേൻ.
അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം, നിങ്ങളുടെ മുമ്പിലുള്ള സാധ്യത കണ്ണടച്ചിട്ട് കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ ആ സാധ്യതയിലേക്ക് തിരിയുന്നതിന് മുമ്പ് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം, പെട്ടെന്നൊരു പ്രശ്നം വന്നാൽ ഒരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇനി അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യും? ഉടനെ ബ്രദറിന് നമ്പർ ഉണ്ടല്ലോ, ബ്രദറിന് നമ്പർ എടുക്കാൻ വേണ്ടി ഫോൺ വർക്കായില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ദൈവസന്നിധി കരയും, ബ്രദറെ എൻ്റെ കർത്താവേ എൻ്റെ കർത്താവേ എൻ്റെ കർത്താവേ, കരഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇവിടെയാണ് നമ്മൾ ബൈബിൾ പഠിക്കേണ്ടത്, ബൈബിൾ ചരിത്രം പഠിക്കേണ്ടത്. കർത്താവിൻ്റെ ശിഷ്യന്മാരെ യേശു ആദ്യം തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. സകല പ്രശ്നങ്ങളുടെ നടുവിലാണ് പറയുന്നത്, നിങ്ങൾ ശക്തി പ്രാപിക്കണം. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർ നിങ്ങൾ നോക്കി, യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ യഹൂദനെ ഭയപ്പെട്ട് അവർ വാതിൽ അടച്ചിരിക്കുക, പേടിച്ച് പുറത്തിറങ്ങി ഇവരെയും കൊല്ലും. ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയത്താണ് യേശു പറഞ്ഞത് പിതാവിൻ്റെ വാട്ടത്തിനായിട്ട് കാത്തിരിക്കണമെന്ന്. ശക്തി പ്രാപിക്കുമ്പോൾ നിങ്ങൾ ഓർക്കരുത്, അന്നത്തെ കാലത്ത് നല്ല സുഖമൊന്നുമല്ല അവർക്ക്. ഇന്നത്തെ പോലെ ഓടി നടന്ന് ശക്തി എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഞങ്ങളുടെ മുമ്പിൽ ഏത് പ്രതിസന്ധിയെയും ഓവർകം ചെയ്യുവാൻ ഈ ശക്തി മതി. ഈ ശക്തി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് ആവശ്യമാണ്. ദൈവവചനത്തിലൂടെ മാത്രമേ അഭിഷേകം ചലിക്കത്തുള്ളൂ. നിങ്ങൾക്ക് അഭിഷേകമുണ്ടെങ്കിൽ, അഭിഷേകം പ്രവർത്തിക്കണമെങ്കിൽ വചനം വേണം. ആ വചനം പറയുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, എൻ്റെ അകത്തിരിക്കുന്ന അഭിഷേകം ഈ വചനത്തിലൂടെ എനിക്ക് അത്ഭുതമായി തീരും. ആമേൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലുമൊക്കെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ, ഞാൻ ഇന്നൊരു സാക്ഷ്യം കേൾക്കാൻ ഇടയാത്തുന്ന സഹോദരി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. മകൻ എന്തോ ഒരു തൊണ്ടയ്ക്ക് വേദനയായിട്ട് പ്രോബ്ലമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ആൻറ്റി ഇന്ന് പ്രാർത്ഥന കയറിയിട്ടുണ്ടോ? എനിക്ക് ആ സാക്ഷി ഇന്ന് അയച്ചു വന്നായിരുന്നു. ഇന്നുണ്ടോ? പ്രാർത്ഥന കയറിയിട്ടുണ്ടോ? ആ സഹോദരി ഇന്ന് പ്രാർത്ഥന കയറുന്ന എനിക്കറിയത്തില്ല, എനിക്ക് വാട്സാപ്പിലേക്ക് അയച്ചു തന്നാണ്. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഇങ്ങനെയാണ് ആ സഹോദരി എഴുതി വച്ചിരിക്കുന്നത്. ഞാനത് ജസ്റ്റ് ഒന്ന് വായിച്ചായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചായിരുന്നു, കഴിയുമെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നൊന്ന് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, മകൻ ഒരു തൊണ്ടയ്ക്ക് വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുക, വല്ലാത്ത ബുദ്ധിമുട്ട് നിൽക്കുക. പെട്ടെന്നാണ് എന്ത് ചെയ്തത്, ആ പ്രാർത്ഥന എന്ന വാക്ക് ഓർമ്മയിലേക്ക് വന്നത്. അത്രയും പ്രതിസന്ധി നിൽക്കുമ്പോഴേക്കും യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ പ്രാർത്ഥന, വചനം പറഞ്ഞുകൊണ്ടിരുന്നു. തുടർമാനമായിട്ട് കഴുത്തെ പിടിച്ചുകൊണ്ട് വചനം പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഒരു അത്ഭുതകരമായ സൗഖ്യം ഉണ്ടായെന്നൊരു മെസ്സേജ് അയച്ചു. ഞാൻ പിന്നെയും പറയുകയാണ്, നിങ്ങൾ സാക്ഷ്യം പറയാം. എനിക്ക് കൂടുതൽ നിങ്ങൾ വോയിസ് റെക്കോർഡും കൂടെ അയക്കുകയാണെങ്കിൽ കേൾപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഈ ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ ഞാനത് കാണുന്നത് കുഴപ്പമൊന്നുമില്ല. ഇത് കേൾക്കുന്നവർക്ക് ഒരു സാക്ഷ്യം ഉണ്ടാകണം. അപ്പോൾ അവരുടെ മുമ്പിൽ ഒരു സാധ്യതയുണ്ട്. വേണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഇന്ന് മുതൽ ഞാൻ നാളെ മുതൽ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകണ്ടെന്നോ മരുന്നൊക്കെ ഇട്ട് ദൂരെ കളയാൻ വേണ്ടിയല്ല. നിങ്ങൾ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? മരുന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ എന്തു ചെയ്യും? നിങ്ങളുടെ മുമ്പിലുള്ള സകല, ഇപ്പം നമുക്കൊരു ലോണുണ്ട്, കൈവായ്പയ്ക്ക് ആളുണ്ട്, സഹായിക്കാൻ 100 പേരുണ്ട്. ഇതൊക്കെ ഇല്ലാതെ വന്ന ഒരവസ്ഥയിൽ നിങ്ങൾ എന്തു ചെയ്യും? അവിടെയാണ് നമ്മൾ ഇന്നു മുതൽ അഭിഷേകത്തെ ഉപയോഗിക്കേണ്ടത്. യേശുവിൻ്റെ സുവിശേഷത്തെ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളിരിക്കുന്ന അഭിഷേകത്തെ നിങ്ങൾ ഉപയോഗിക്കുവാൻ പഠിക്കണം. നിങ്ങൾ അഭിഷേകം വന്നവരാണ്, നിങ്ങൾ ആള് മാറിയവരാണ്. ഇതെല്ലാം നിങ്ങളിൽ കിടക്കുമ്പോഴും നിങ്ങൾ ഇപ്പോഴും അഭിഷേകത്തെ ഉപയോഗിക്കുന്നില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, അഭിഷേകത്തെ ഉപയോഗിക്കണമെന്ന് പറ. ആമേൻ. നമ്മൾ അഭിഷേകത്തെ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ കൈവശം എന്ത് വേണം? അഭിഷേകം പ്രവർത്തിക്കണമെങ്കിൽ എപ്പോഴും ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ എന്ത് ചെയ്യണം? പറയുമ്പോൾ ആ വചനത്തിന്, ആ വിഷയത്തിൻ്റെ മേൽ നിങ്ങളുടെ മുമ്പിൽ ഒരു വഴിയും വാതിലും സാക്ഷ്യവും തുറക്കുവാൻ കഴിയും. ഇത് കർത്താവിൻ്റെ വചനമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമുക്ക് പല അറിവുകളുമുണ്ട്. ഈ അറിവുകളൊക്കെ മാനുഷിക അറിവുകളാണ്, മനുഷ്യൻ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിനെല്ലാം പരിമിതികളും സൈഡ് എഫക്റ്റുകളും ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വഴികൾക്ക് സൈഡ് എഫക്റ്റുകളില്ല. ഇതിൻ്റെ അകത്ത് ദൈവപ്രവൃത്തിയുണ്ട്. പലപ്പോഴും എന്താ സംഭവിക്കുന്നറിയാവോ? നമ്മൾ വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നല്ലോ, വലിയ വിഷയങ്ങൾ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? നമ്മളിൽ പലപ്പോഴും വിശ്വാസം ശക്തമായി പ്രവർത്തിച്ചു എന്ന് വരത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി ടയേർഡാണ്.
നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ വന്നിരിക്കുന്നു, നമ്മുടെ മനസ്സിൽ ഭാരം കയറിക്കൂടിയിരിക്കുന്നു. യേശു ചെയ്യുമെന്നതിനേക്കാൾ ഉപരി നമ്മുടെ അകത്ത് സംശയ വിചാരങ്ങളാൽ നമ്മൾ നിറഞ്ഞിരിക്കുന്നു. ഇത് നമ്മളെ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അകത്ത് വിശ്വാസത്തിൻ്റെ പകരം അവിശ്വാസം നന്നായി വർദ്ധിച്ചു കിടക്കും. അവിടെ എന്ത് സംഭവിക്കുന്നറിയാവോ? നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാതെ നമ്മൾ പരാജയപ്പെട്ടു പോകും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ എന്തുകൊണ്ട് അധികം പ്രോത്സാഹിപ്പിക്കാമെന്ന് വെച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വളരണം. എല്ലാ കാലത്തും നിങ്ങൾ എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇവരെ ഒന്നും കിട്ടാത്തൊരവസ്ഥ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഫോൺ അടിച്ചു പോയാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ സിം കേടായപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മനുഷ്യനെ പോലും ബന്ധപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാതെ എന്ത് ചെയ്യും? അല്ല, നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി പഠിക്കണം. അഭിഷേകം ലഭിച്ചപ്പോൾ അവരുടെ മുമ്പിലെ പരിമിതികളെ അവർ അഭിഷേകത്താൽ, യേശു കാശ് കൊടുത്തില്ല, യേശു അവർക്കൊന്നും കൊടുത്തുവിട്ടില്ല. യേശു ആകെ കൊടുത്തത് അഭിഷേകമാണ്. അവർ അഭിഷേകത്താൽ ജീവിക്കാൻ തുടങ്ങി, യേശുവിൻ്റെ വചനം പറയുവാൻ തുടങ്ങി. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. പിന്നീട് അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ 3 തവണ അപ്പോസ്തല പ്രവൃത്തി എടുത്തതാ. നിങ്ങൾ പിന്നെയും വായിച്ചു നോക്കിയേ. അവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ എവിടെയൊക്കെ വചനം പറയുന്നുണ്ടോ അവിടെ എല്ലാം കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കുകയും അവർ പറഞ്ഞ വചനത്തെ ദൈവം അവിടെ ഉറപ്പിച്ചു കൊണ്ടുവന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിലുള്ള ചെറിയ കാര്യങ്ങളെ പോലും നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ വചനം പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. ആ വചനം പറഞ്ഞൊന്ന് റിലീസ് ചെയ്തേ. കുടുംബത്തിൽ ഇപ്പം നിങ്ങൾ പോകുന്ന വഴി ചെറിയൊരു ബുദ്ധിമുട്ട് കണ്ട് ഉടനെ പ്രാർത്ഥിച്ചൊന്ന് ശീലിക്കുക. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വിശ്വാസിക്കുകയും വചനം പറയുകയും പ്രാർത്ഥിക്കുകയോ ഒന്ന് ശീലിക്കാൻ പറ. ആമേൻ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ കൈക്ക്, ഞാനിപ്പോൾ ഉദാഹരണമാണ്, കൈക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വന്നു, കൈക്കൊരു ബുദ്ധിമുട്ട് പെട്ടെന്ന് വന്നു, കൈക്കൊരു വേദന വന്നു. നമ്മൾ ആദ്യം പൊതുവേ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഉടനെ വിക്സ് എടുത്ത് തൂക്കും, അല്ലെങ്കിൽ ഒരു പാരസെറ്റാമോൾ എടുത്ത്, നമ്മൾ സ്വഭാവം ചെയ്യുന്ന ആദ്യം ഒന്ന് പ്രാർത്ഥിക്ക്. തുടക്കമൊക്കെ നമുക്ക് ചിലപ്പം ഈ പാരസെറ്റാമോൾ കഴിക്കാതെ പറ്റത്തില്ലായിരിക്കും. നിങ്ങൾ മ്യൂട്ട് മാട്ടല്ലേ. തുടക്കമൊക്കെ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ആദ്യമൊക്കെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ വിശ്വാസവും ഈ വചനവും തമ്മിലൊന്ന് സിങ്ക് ആകുന്ന ഒരു ടൈമുണ്ട്. താരെ മൈക്ക് ഓണാക്കി വെച്ചേക്കുന്നേ, മൈക്ക് മ്യൂട്ട് ചെയ്തേ. തുടക്ക സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത് നിങ്ങൾക്ക് അകത്ത് നിന്നൊന്ന് റിലീസാകാൻ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതൊന്ന് മനസ്സിലായവരെ ടൈം എടുക്കുമായിരിക്കും. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളെ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങളുടെ മുമ്പിൽ വരുന്നതിനെ ആദ്യം ഒന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കണം ഇതല്ല. ഇപ്പം നമ്മൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആദ്യത്തെ ഓപ്ഷനാണ് ഹോസ്പിറ്റലും, നമ്മുടെ ആദ്യത്തെ ഓപ്ഷനാണ് ലോൺ എടുക്കുന്ന പരിപാടികളും, നമ്മുടെ ആദ്യത്തെ ഓപ്ഷനാണ് ഇതെല്ലാം. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം നമ്മുടെ ആദ്യത്തെ ഓപ്ഷനാണ്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഇങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാവോ, നിങ്ങളുടെ മുമ്പിൽ ഒരു വഴിയും ഇല്ലാത്തൊരു കാലഘട്ടം കോവിഡ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായില്ല, അരിയില്ല, പച്ചക്കറിയില്ല, മനുഷ്യനില്ല, ഒരു മനുഷ്യൻ പോലും കൂട്ടത്തുമില്ല, ക്വാറന്റൈനും അതും ഇതുമൊക്കെ ആയിട്ട് നമ്മൾ ഒറ്റപ്പെട്ട് പോയപ്പം കൂടുതൽ ആളുകൾ പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനും വിശ്വാസം പറയാൻ തുടങ്ങി. ഇനി ഇതേപോലുള്ള വലിയ കാലഘട്ടം വരുമ്പോൾ എന്നാ ചെയ്യും നിങ്ങൾ? ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകത്തെ പുറത്തെടുക്കണം. നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകത്തെ പുറത്തെടുക്കണം. ഈ അഭിഷേകം നിങ്ങളെ സഹായിക്കും. നിങ്ങൾ പറയുന്ന വചനങ്ങളിലൂടെ നിങ്ങളെ യേശുവിലേക്ക് കൂടുതൽ ഉറപ്പിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നല്ലൊരു മാർഗ്ഗം ഞാൻ പറയാം. സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ചിലപ്പം ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു സംശയവും ഭാരവും ഒക്കെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിതൊന്നും വരത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസും ധൈര്യവും ഒക്കെ അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? മറ്റുള്ളവരൊരു വിഷയം പറഞ്ഞാൽ നമ്മൾ പറയും യേശു അത്ഭുതം ചെയ്യും സഹോദരൻ, നമ്മളങ്ങോട്ട് ചാടി വീഴും. നമുക്കൊരു വ്യക്തിപരമായിട്ടൊരു പ്രശ്നം വന്നാൽ നമുക്ക് ഇച്ചിരി സംശയമൊക്കെയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങളുടെ അഭിഷേകത്തെ ഉപയോഗിക്കണം. നിങ്ങളുടെ അഭിഷേകത്തെ നിങ്ങൾ അവിടെ ഉപയോഗിക്കണം. ചെറിയ നിസ്സാര കാര്യങ്ങളിൽ പോലും നിങ്ങൾ ആ വചനം ഒന്ന് പറഞ്ഞ്, നിങ്ങൾ ഇത്ര ചിന്തിച്ചത് എൻ്റെ അകത്തിരിക്കുന്ന അഭിഷേകം വചനത്തിലൂടെ പുറത്തു വരും. അങ്ങനെ മനസ്സിലാക്കണം. എൻ്റെ അകത്തിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി വചനത്തിലൂടെ പുറത്തേക്ക് ഒഴുകും.
കാര്യം ദൈവം എനിക്ക് തന്നേക്കുന്ന അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. എനിക്ക് മുന്നോട്ട് ജീവിക്കുവാനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് വചനത്തിലൂടെയാണ്. ഇത് രണ്ടും ചേരണമെങ്കിൽ ഞാൻ വാഗൊണ്ട് പറയണം, ഹൃദയത്തിൽ വിശ്വസിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയത്തില്ലേ, നിങ്ങളിപ്പം വീടിന്റെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഒരു ഗ്രൗണ്ടാന്നിരിക്കട്ടെ, വീടിന്റെ മുമ്പിൽ ഗ്രൗണ്ടാ, ആ ഗ്രൗണ്ടിൽ പോയിരുന്നോണ്ട് യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വരട്ടെ എന്ന് പറഞ്ഞാൽ എന്തേലും സംഭവിക്കുമോ? ആ വചനം പ്രവർത്തിക്കുമോ? ഗ്രൗണ്ടിൽ ഒരു മനുഷ്യനുമില്ല, ആ ഏരിയ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒറ്റപ്പെട്ടൊരു ഗ്രൗണ്ടിൽ താമസിക്കുക, അതിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. നിങ്ങൾ ആ വീടിന്റെ പുറത്തിറങ്ങി ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് പറയുന്നു യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ വല്ലോ സൗഖ്യവും നടക്കുവോ? ആ പഞ്ചായത്തിൽ പോലും ആളില്ല. എന്തുകൊണ്ട്? അതായത് ആ വചനം പ്രവർത്തിക്കണമെങ്കിൽ അവിടെ ഒരു രോഗി വേണം. അപ്പൊ ആ രോഗിയുള്ള സ്ഥലത്തിൽ മാത്രമാണ് ആ വചനം പ്രവർത്തിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന വചനം പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വിഷയത്തിന്റെ മേലേക്കാണ് ആ വചനം പോകുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത്, ആദ്യം ഒന്ന് വചനം പറഞ്ഞ് ശീലിക്ക്. ആദ്യം നിങ്ങൾ പ്രയർ റിക്വസ്റ്റ് അയക്കാതെ ആദ്യം നിങ്ങളൊന്ന് വിശ്വസിച്ച് ചുമ്മാ പറയും. ചിലപ്പോൾ ചുമ്മാ കർത്താവേ എൻ്റെ പ്രശ്നം മാറണേ, എൻ്റെ പ്രശ്നം, ഈ പ്രാർത്ഥനയല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകം ഒന്ന് പുറത്തോട്ട് ഒഴുകണം. അതിന് ഒഴുകണമെങ്കിൽ വചനം വേണം. ആ വചനം ഒന്ന് പറഞ്ഞ്, ആ വചനം പറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? ഞാൻ ആദ്യം തന്നെ നിങ്ങൾ വലിയ വിഷയം പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, വലിയ വിഷയം പ്രാർത്ഥിക്കണം. തുടക്കത്തിലെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ അഭിഷേകവുമായിട്ടൊരു ബന്ധം വരാൻ വേണ്ടി ഞാൻ പറയാം, ഒരു ബന്ധത്തിൽ വരാൻ വേണ്ടി ഞാൻ പറയാം. ആദ്യം തന്നെ നമ്മുടെ മുമ്പിലുള്ള കുഞ്ഞു കാര്യങ്ങളെ നിങ്ങൾ നോക്കിയിട്ട് അതിനുവേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കും. ചെറിയ കാര്യങ്ങളിൽ തുടങ്ങുന്ന വിശ്വാസം വലിയ കാര്യങ്ങളേക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ബലം തരും. പെട്ടെന്ന് നിങ്ങളെ ഇപ്പോൾ ഒരു ശവക്കോട്ടെ കൊണ്ടുവന്ന് അവിടെ ഇരിക്കുന്ന കല്ലറയിൽ കിടക്കുന്ന ഡെഡ് ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഉടനെ പറയും, എൻ്റെ ബ്രദറെ എനിക്ക് അത്രയും വിശ്വാസമൊന്നും ഇല്ല ബ്രദറെ, എനിക്ക് അതിനുള്ള ശക്തിയൊന്നും ഇല്ല ബ്രദറെ. കാര്യം രാത്രി 2 മണിക്ക് നിങ്ങൾ ഇറക്കി വിട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പേടിയായിരിക്കും അല്ലേ? അതേ സ്ഥാനത്ത് പട്ടാപ്പകല് ഒരു സഹോദരി വന്നിട്ട് വെറുതെ ഒരു കുഞ്ഞു തലവേദന, ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചാൽ ആർക്കൊക്കെ ധൈര്യമുണ്ട്? അപ്പൊ ആദ്യം പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ധൈര്യമുണ്ടെന്ന് വാഗൊണ്ട് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ അകത്തൊരു സംശയം വന്നു, ഞാൻ പ്രാർത്ഥിച്ച ബെഡ് ബോഡി പൊങ്ങുവോ? ഇനി നമുക്കുള്ളിൽ ഒത്തിരി സംശയങ്ങളും വാകുലതകളും എല്ലാം നിറഞ്ഞു. പക്ഷെ രണ്ടാമത്തെ പറഞ്ഞ കാര്യം എന്തുവാണ്? കുഞ്ഞു തലവേദന, ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ചാടി വീഴും, ഞാൻ പ്രാർത്ഥിക്കാം. കാര്യം എന്തുവാ? ആ ഒരു ചെറിയ കാര്യം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, അത് മാറും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഞാൻ അഭിഷേകത്തെ എങ്ങനെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് പ്രവർത്തിക്കുവാൻ കൊണ്ടുവരും? നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾ പലപ്പോഴും നമ്മളിലേക്ക് ഒഴുകുന്ന ദൈവശക്തിയെ പ്രവർത്തിപ്പാൻ നമ്മൾ തന്നെ തടസ്സം വെക്കുവാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓരോ സെക്കൻഡും ജീവിക്കേണ്ടത് വിശ്വാസത്താലാണ്. നിങ്ങളുടെ മുമ്പിലുള്ള സകല പ്രശ്നങ്ങളുടെ നടുവിലും യേശു ക്രിസ്തുവിലുള്ള ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ തുറന്നു വരും. നമ്മളിപ്പോൾ ഒരു രോഗത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവം എല്ലാ വിഷയത്തിനും പരിഹാരം വെച്ചിരിക്കുന്നു നമുക്ക് വേണ്ടി. നമ്മൾ പോലും അറിയാത്ത അത്ഭുതങ്ങളായ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കുഞ്ഞു കാര്യങ്ങൾ ഭാരമുണ്ടെങ്കിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ തിരുമുറിവിന് അത്ഭുതം അല്ലെങ്കിൽ ആ വചനം എന്താണ് അതൊന്ന് പറയുക. അഭിഷേകം നിങ്ങളിൽ നിന്ന് ഒഴുകുന്നത് കാണാൻ പറ്റും. അത് നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങളെ ശക്തിപ്പെടുത്തും. നിങ്ങൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾക്ക് നോക്കി ഇങ്ങനെ കൽപ്പിക്കുകയും സാക്ഷ്യം പറയുകയും ആ വിഷയത്തിൻ്റെ മേൽ നിങ്ങൾ ആ വചനത്തെ അയക്കുകയും ചെയ്യുമ്പോൾ വലിയ വലിയ വിഷയങ്ങളിലേക്ക് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലഭിക്കും. ഈ വിശ്വാസവും കോൺഫിഡൻസും രണ്ടും രണ്ടാകട്ടോ. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വാസം വേറെ, കോൺഫിഡൻസ്. അപ്പോൾ നിങ്ങൾ ബ്രദർ രണ്ടും ഒരേപോലെ ഇരിക്കുന്ന അല്ല. നമുക്ക് വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ നമുക്കില്ലാത്തത് കോൺഫിഡൻസ് ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും യേശു അത്ഭുതം ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ട്, പക്ഷെ നമുക്ക് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്തു വെക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. അതെന്തുകൊണ്ടാണ് കോൺഫിഡൻസ് ഇല്ലാത്തതെന്ന് അറിയാം? നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഒന്നുകൂടെ ഞാൻ പറയാം, നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് കോൺഫിഡൻസ് ഇല്ല. ഇപ്പം നിങ്ങളോട് പറയുക യേശു മരിച്ചവർ ഉയർപ്പിക്കുക എന്ന് വെച്ചാൽ പറയും യേശു ഉറപ്പായിട്ട് ഉയർപ്പിക്കുക. എന്നാൽ ഒരു കണ്ണ് തുറക്കും മുമ്പിൽ ഒരു ഡെഡ് ബോഡി കിടക്കുക, ഒരു ആയിരക്കണക്കിന് ആൾക്കാർ നിൽക്കുക, ഒന്ന് പതറിയില്ലേ? പെട്ടെന്നൊരു ഭയം വന്നില്ലേ? ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ചാൽ സൗഖ്യം നടക്കുമോ? പക്ഷെ മനസ്സ് പറയുന്നു യേശു ഉയർപ്പിക്കും, പക്ഷെ കൈ പൊങ്ങുന്നില്ല. ഞാൻ എല്ലാവരെ പറ്റിയല്ല പറഞ്ഞു, അവിടെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കണം. ഇതിനാണ് നമുക്ക് എക്സ്പീരിയൻസുകൾ ഉണ്ടാകണമെന്ന് പറയുന്നത്. അതിനെന്ത് ചെയ്യണം? നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ സാഹചര്യങ്ങളിലൂടെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആകണം. പരിശുദ്ധാത്മാവ് നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ദൈവം ആദ്യം തന്നെ നല്ലൊരു അന്തരീക്ഷം കൊടുത്തില്ല. നല്ലൊരു അന്തരീക്ഷം കൊടുത്തില്ലെങ്കിൽ അവർ യെരൂശലേമിൽ കിടന്ന് കറങ്ങിയേനെ. മൊത്തവും പ്രതിസന്ധിയാക്കി കളഞ്ഞു. യഹൂദന്റെ പ്രതിസന്ധി, റോമൻ ഗവൺമെന്റ് പ്രതിസന്ധി, കാണുന്നവനും പോകുന്നവനും ഒക്കെ പ്രശ്നം. അപ്പോൾ അവർക്ക് എന്ത് പറ്റി? അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ ഒരൊറ്റ പ്രാർത്ഥന, കർത്താവേ, നിന്റെ അഭിഷക്തിന് വിരോധമായിട്ട് എന്ത് ചെയ്യുന്നു? രാജാക്കന്മാരും പ്രഭുക്കന്മാരും എല്ലാം എതിരെ നിൽക്കുന്നു, ഞങ്ങൾക്ക് അമിത കൃപ വേണമെന്ന് അവർ പ്രാർത്ഥിച്ചു. മനസ്സിലായോ? അപ്പോൾ അവരവിടെ പ്രാർത്ഥിക്കുകയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ അവരതിനെ ഓവർകം ചെയ്യുവാൻ വേണ്ടിയുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് വേണ്ടത് കോൺഫിഡൻസ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വിശ്വാസവും കോൺഫിഡൻസും വേണമെന്ന് പറ. നമ്മുടെ കൂട്ടായ്മയിൽ വന്നിട്ട് ആദ്യമൊക്കെ പ്രാർത്ഥിക്കാൻ ഒരു മടിയുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കോൺഫിഡൻസ് അങ്ങനെ ഉള്ള ആരെങ്കിലും ഉണ്ട്? ഇപ്പോൾ ഒരു കോൺഫിഡൻസ്. പക്ഷെ നേരത്തെ എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ആമേൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വിശ്വാസം വേറെ, കോൺഫിഡൻസ് വേറെ എന്ന് മനസ്സിലായ. കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് പല വിശ്വാസികളും വിശ്വാസം ഉണ്ടായിട്ടും ഉയരാൻ കഴിയാതെ കെട്ടപ്പെട്ടു പോകുന്നത്. കോൺഫിഡൻസ് വർദ്ധിപ്പിക്കണമെങ്കിൽ ദൈവപ്രവൃത്തികളിൽ നമുക്ക് എന്ത് ചെയ്യണം? എക്സ്പീരിയൻസുകൾ ഉണ്ടാകണം. അതാരും കൊണ്ട് തരത്തില്ല, അതാരും നിങ്ങൾക്ക് വേണ്ടി സഹായിക്കും. കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനെന്ത് ചെയ്യണം? ദൈവപ്രവൃത്തികൾ അനുദിനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം. ചിലപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് സംഭവിച്ചില്ലെങ്കിൽ പിന്നെയും പ്രാർത്ഥിക്കാതിരിക്കരുത്. ഒന്ന് വിശ്വസിച്ച് ബ്രദറെ അത്ഭുതമായില്ല, വീണ്ടും പ്രാർത്ഥിക്കുക. കോൺഫിഡൻസ് ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കണം. അങ്ങനെ കോൺഫിഡൻസ് വർദ്ധിച്ച തന്നെ ഗുണമെന്നറിയാവോ? ഇനി ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങൾക്ക് തളരത്തില്ല. നിങ്ങളുടെ മനസ്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. എന്നാ പ്രതിസന്ധി വന്നാലും നിങ്ങളുടെ മനസ്സ് ഭയങ്കര ആ വിശ്വാസത്തോടൊപ്പം തന്നെ കോൺഫിഡൻസും ഉറപ്പിച്ച് നിൽക്കും. ഇവിടെ ഇപ്പോൾ സംഭവിക്കും, ഞാൻ പലരും സംസാരിച്ചപ്പം മനസ്സിലായത്, ഞാൻ ഉൾപ്പെടെ പലപ്പോഴും പറയാം കേട്ടോ, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കരുത്, നമുക്ക് എല്ലാവർക്കും കോൺഫിഡൻസാണ് കുറവുള്ളത്, വിശ്വാസമല്ല. കാര്യം വിശ്വാസം എപ്പോഴും ദൈവം തരുന്നതാണ്, കോൺഫിഡൻസ് നമ്മളിൽ നിന്ന് ഉരുവായി വരേണ്ടതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം നമുക്ക് വിശ്വാസമേ തരുന്നുള്ളൂ. ദൈവം നമുക്ക് വിശ്വാസം തന്നു, പക്ഷെ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നതിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഉണ്ടാകുന്നതാണ് കോൺഫിഡൻസ്. വിശ്വാസം നമ്മുടെ ആത്മാവിൽ ദൈവം പകർന്നിട്ടുണ്ട്, അഭിഷേകം നമ്മുടെ ആത്മാവിൽ തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്നതിലൂടെയാണ് നമ്മുടെ ശരീരവും മനസ്സും അതിൽ കോൺഫിഡൻസ് ആകുന്നതും അവിടെ നമ്മൾ ജയാളിയാകുന്നതും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാനത് പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിൽക്കുന്ന മകന് വേണ്ടി കഴുത്തെ കൈവച്ചുകൊണ്ട് പെട്ടെന്ന് പ്രാർത്ഥിക്കുവാൻ എവിടെ നിന്നായി കോൺഫിഡൻസ് കിട്ടിയത്? ഈ കേൾക്കുന്ന സാക്ഷ്യങ്ങളാണ് ആ കോൺഫിഡൻസ് ഉണ്ടായത്. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാനെ? വചനമെല്ലാം കേട്ട് കർത്താവ് അത്ഭുതം ചെയ്ത് വിശ്വാസമുണ്ട്, അവിടെ കൊണ്ട് വല്ല ഓപ്പറേഷൻ ചെയ്ത് എന്ത് ചെയ്താനെ? ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ ഓപ്പറേഷനും ഭംഗിയായി ചെയ്തു. സ്തോത്രം. ആർക്ക് സ്തോത്രം? സ്തോത്രം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുതം നടന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് കുറവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിയാലിറ്റിയിലേക്ക്, നമുക്ക് എക്സ്പീരിയൻസുകളിലേക്ക് നമ്മൾ വരണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അഭിഷേകത്തെ ഉപയോഗിക്കുന്ന തലത്തിലേക്ക് വരണം. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് സമയം ഇച്ചിരി കൂടിപ്പോയല്ലേ, പെട്ടെന്ന് പ്രാർത്ഥിക്കാം. 9:30 10 അല്ലേ, നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ അകത്തിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാ ദിവസവും ഓരോരുത്തരുടെ അടുക്കിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, ഈ വ്യക്തിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തണേ എന്ന് അദ്ദേഹം ഒരു സാറായിരുന്നു.
ഒരു ടീച്ചറായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു കൃപാവരങ്ങളിൽ ഉപയോഗിക്കപ്പെടണമെന്ന്. ഇദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും വരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു, ഓരോ വ്യക്തിയുടെ ചെല്ലുമ്പോഴേക്കും ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ, കർത്താവേ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇദ്ദേഹവുമായിട്ട് കർത്താവെ എന്തെങ്കിലും ഒരു കാര്യത്തെ വെളിപ്പെടുത്തണേ, ഇദ്ദേഹത്തോട് സുവിശേഷം പറയുവാൻ എന്തെങ്കിലും ഒരു കാര്യം വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞു. ആദ്യമൊന്നും വരുന്നില്ല, പലപ്പോഴും പലതും വന്നില്ല. പക്ഷേ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ആദ്യം ഒന്നും വന്നില്ല, പിന്നെ ഓരോന്ന് വരാൻ തുടങ്ങി. അപ്പോൾ വരുന്നത് ആദ്യം പുള്ളി ചോദിച്ചു, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട് ബ്രദർ. അപ്പോൾ പുള്ളി പറയോ ഇല്ല. പക്ഷെ ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ ചോദിച്ച സമയത്ത് ഒരാൾ പറഞ്ഞു, ആ പറഞ്ഞ കാര്യം കറക്റ്റാണ്, കണ്ടോ. അന്നു മുതൽ പുള്ളിക്കൊരു ബലം. അതുവരെ വച്ച് ചോദിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ, തപ്പിത്തടഞ്ഞ് ചോദിച്ച മനുഷ്യൻ അടുത്ത ആളോട് പറയാൻ അടുത്ത ഒരു തവണ മറ്റൊരാൾക്ക് വേണ്ടി ചെന്നപ്പോൾ കർത്താവെ എന്നോട് ഉപയോഗിക്കണം എന്ന് പറയുമ്പം അതേപോലെ തന്നെ എന്തോ ഒരു കാര്യം വെളിപ്പെട്ടു. അതൊരു കോൺഫിഡൻസാണ്. ഉടനെ ചോദിച്ചു, കർത്താവ് എന്നെ കാണിക്കുന്നു. അപ്പോൾ കുറച്ച് മുമ്പ് എന്തായിരുന്നു, അങ്ങനെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടോ എന്നിങ്ങനെ അങ്ങനെ മൂളി നിന്ന മനുഷ്യന് ഒരു വിശ്വാസമുണ്ട് ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന്, പക്ഷേ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കോൺഫിഡൻസ് ഉണ്ടായി. രോഗികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നറിയോ, ഒരാൾ വന്നിട്ട് പറയും തലവേദനയാണ്, ഉടനെ നിങ്ങൾ എന്ത് ചെയ്യാതെ ചാടിക്കേറി മാറുമെന്ന് പറഞ്ഞിരിക്കാതെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുന്നേ. സൗഖ്യമായില്ല, കുഴപ്പമില്ല, പിന്നെയും കാണുമ്പോൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് നാളെ തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെടുക്ക പോയിട്ട് കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അയാളെ ചാടി എണീപ്പിക്കാൻ പറ്റും. അല്ലാതെ ഓടിച്ചെന്ന ഉടനെ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കരുത്. നമ്മുടെ കോൺഫിഡൻസും ഫെയ്ത്തും തമ്മിൽ നിങ്ങൾ ലിങ്ക് ചെയ്യണം. ഇതിന് നിങ്ങൾ പരിശ്രമിക്കണം. അതിന് ഒരു ബ്രദറും നിങ്ങളെ സഹായിക്കത്തില്ല. ഇപ്പം ഞാനിപ്പോൾ എല്ലാ ദിവസവും നിങ്ങളുടെ വചനം പറയുന്നില്ലേ, എൻ്റെ ആദ്യ സമയത്ത് ബൈബിൾ സ്റ്റഡിയൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞ ദിവസം ആരാണ്ടത് ഇങ്ങനെ യൂട്യൂബിലെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ തോന്നി ദൈവമേ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. കാരണം വെച്ചാൽ ആദ്യ സമയങ്ങളിൽ ചിലപ്പം ഒന്ന് പറയാനൊക്കെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരിക്കാം. പക്ഷെ പറഞ്ഞ് എനിക്കിപ്പോൾ എന്താണ്, ഇപ്പം നിങ്ങൾ എന്നെ കൊണ്ടൊരു സ്റ്റേജിൽ നിർത്തിയാൽ ആ എക്സ്പീരിയൻസ് ചിലപ്പോൾ എന്നെ സഹായിക്കും. ഇപ്പോൾ ആ കോൺഫിഡൻസ് ഉണ്ട്. ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സൂം ഓണാക്കിയാൽ എല്ലാ ദിവസവും ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതെങ്ങനെ സംഭവിച്ചത്, ഓരോ ദിവസവും അതിലൂടെ യാത്ര ചെയ്തതിലൂടെ എനിക്ക് ലഭിച്ചൊരു കോൺഫിഡൻസ് ആണ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും യേശുവിൻ്റെ നാമത്തിൽ ഓരോ ദിവസവും അത്ഭുതങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക്. ആദ്യം തന്നെ കടം തരാൻ സാധ്യതയുള്ള ബ്ലേഡുകാരനെ വിളിക്കാതെ ഒന്ന് പ്രാർത്ഥിക്കുന്നേ. എലിയാവിന് വേണ്ടി കാക്കയെ അയച്ച ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം തുറക്കും. ഒന്നും കണ്ടില്ലെങ്കിൽ വേണ്ട, നാളെയും പ്രാർത്ഥിക്ക്. ഒരു ദിവസം അത് വരും. ആ കാക്കയെ പിടിച്ചങ്ങ് കയറിക്കോണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് സമയം ഇച്ചിരി മുന്നോട്ട് പോയി ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊന്ന് മൊത്തത്തിൽ നമ്മുടെ സമയം ഒന്ന് ഓർഡറാക്കാൻ വേണ്ടി ഇരിക്കുവാണ്. എൻ്റെ കൂടെ ഇന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ രോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് എന്നിട്ട് പറ, യേശുവിൻ്റെ തിരുമുറിവിനാൽ ആ അഭിഷേകത്തെ ഒന്ന് ഒഴുക്കിക്കേ. സ്വന്തമായിട്ട് കൈവെക്കും. യേശുവിൻ്റെ തിരുമുറിവിനാൽ എൻ്റെ ശരീരം, യേശുവിൻ്റെ ശരീരം, അങ്ങനെ പറ, യേശുവിൻ്റെ ശരീരത്തിൽ രോഗത്തിന് ഇരിക്കാൻ കഴിയത്തില്ല. പറ, യേശുവിൻ്റെ ശരീരമാണ്. ആര് പറഞ്ഞു? ബൈബിൾ പറയുന്നു. നിങ്ങൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. നിങ്ങൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. യേശുവിൻ്റെ ശരീരത്തിൽ ദീർഘായുസുണ്ട്. യേശുവിൻ്റെ ശരീരത്തിൽ ദിവ്യാരോഗ്യമുണ്ട്. യേശുവിൻ്റെ ശരീരം ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം പറയേണ്ട ശരീരമാണ് എൻ്റെ ശരീരം. എൻ്റെ ശരീരം അനുഗ്രഹിക്കപ്പെട്ട ശരീരമാണ്. എൻ്റെ ശരീരത്തിൽ രോഗത്തിനിരിക്കുവാൻ കഴിയത്തില്ല. എൻ്റെ ശരീരത്തിൽ രോഗശക്തിക്ക് ഇരിക്കുവാൻ കഴിയത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ചേ. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. നിങ്ങൾ മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നോക്കിയിരിക്കാതെ നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല ബ്രദർ, എനിക്ക് സ്വന്തമായിട്ടൊരു വചനം പോലും പറയാൻ പറ്റുന്നില്ല, വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല, ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ എവിടെയെങ്കിലും ഒരു തരി ബലമുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു തരി വിശ്വാസം ഉണ്ടെങ്കിൽ പിടിച്ചു കയറി വാ. യേശുവിൻ്റെ നാമത്തിൽ കൂടെ പരിശുദ്ധാത്മാവുണ്ട്.
ആരും കൂടെ ഇല്ലെങ്കിലും, ആരും സഹായിച്ചില്ലെങ്കിലും, ആരും കൈ താങ്ങിയില്ലെങ്കിലും, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ജീവന്റെ ഉറവിടമായ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച അതേ ആത്മാവ് ഇന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ ഒന്നുമല്ലാത്ത ശിഷ്യന്മാരെ ലോകത്തെ ഇളക്കി മറിക്കുവാൻ, നിങ്ങൾക്കറിയാവുന്ന സഭാചരിത്രം പഠിക്കുമ്പോൾ പല ചരിത്രത്തിൽ 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ നമുക്കറിയത്തില്ല. 2000 വർഷം മുമ്പ് നടന്ന പല സംഭവത്തിൽ ആളുകളുടെ പേര് പോലും നമുക്കറിയത്തില്ല. പക്ഷെ ഇന്നേക്ക് 2000 വർഷം മുമ്പ് ഒരു മീൻപിടുത്തക്കാരനായ പത്രോസിനെയും യോഹന്നാനെയൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നതിന്റെ കാരണം അവർ അഭിഷേകത്താൽ ലോകത്തെ ഇളക്കിയത് കൊണ്ടാണ്. നമ്മൾ എന്തുകൊണ്ടാണ് പൗലോസിനെ ഓർക്കുന്നതിന്റെ കാര്യം? അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇന്നും നമ്മൾ അവരെയൊക്കെ ഓർക്കുക. അതിന്റെ കാരണം അവർ അഭിഷേകത്തെ ഉപയോഗിച്ചവരാണ്. ഓരോ ദിവസവും അവരെ കോൺഫിഡൻസ് തകർക്കുന്ന പല പ്രതിസന്ധി അവർക്കുണ്ടായി. അവർ തന്നെ പറഞ്ഞു, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാർ നിമിത്തമുള്ള ആപത്ത്, മൃഗയുദ്ധം വരെ ഞങ്ങൾക്കുണ്ടായി. പക്ഷെ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, പിന്നെയും പിന്നെയും ഞങ്ങളെ ശക്തനാക്കുന്ന യേശു മുഖാന്തിരം ഞങ്ങൾ സകലത്തിലും മതിയായവരായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, എന്നെ ഒന്ന് കേട്ടെ, അതിൽ നിങ്ങൾ തകരത്തില്ല കേട്ടോ. നമുക്ക് അഭിഷേകമുണ്ട്, നമ്മൾ പുറത്തു വരും. അഭിഷേകമുള്ളവന് ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അഭിഷേകത്തെ ഒന്ന് ഉപയോഗിച്ചേ. ഞാൻ പറഞ്ഞു, ഇനി മെഡിക്കൽ സയൻസ് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഇനി ഇതിൻ്റെ അകത്ത് ഒരു ചികിത്സയും ഇല്ലെന്ന് പറഞ്ഞായിരിക്കും, രോഗക്കിടക്കേ കിടക്കുമായിരിക്കും. ഞാൻ പറയുന്നു, ദൈവത്തിന് നിങ്ങളെ എണീപ്പിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ ശക്തി കൊണ്ട് നിങ്ങൾ എണീറ്റ് വരും. നിങ്ങൾ ആദ്യം ഒന്ന് തിരിച്ചറിയേ, എൻ്റെ കർത്താവിന് എന്നെ സൗഖ്യമാക്കുവാൻ ശക്തിയുണ്ട്. എൻ്റെ കർത്താവിന് എൻ്റെ സകല വിഷയങ്ങളിൽ തീർക്കുവാൻ ശക്തിയുണ്ട്. അവൻ സർവശക്തനാണ്. എൻ്റെ കൂടെ എന്ന് പറ, അഭിഷേകത്തിന്റെ ശക്തി എൻ്റെ അകത്തുനിന്ന് ഒഴുകുവാൻ ഞാൻ ഇന്നു മുതൽ വചനം പറയും. ഞാൻ വചനം പറഞ്ഞ് എൻ്റെ ചെറിയ കാര്യങ്ങളിൽ മാത്രമല്ല, ഞാൻ അനേകർക്കൊരു അനുഗ്രഹമായി തീരും. യേശുവിന്റെ നാമത്തിൽ. നമ്മൾ ഇന്നാളൊരു സഹോദരി പറഞ്ഞു കേട്ടില്ല, വീട് മൊത്തം ചോർന്ന്, വർഷങ്ങളായിട്ട് വീട് ചോർന്നൊലിക്കുന്ന ഒരു വീടായിരുന്നു. അത് ശരിക്കും പറഞ്ഞ സഹോദരി, അത് നോക്കേണ്ട പോലും കാര്യമില്ല. ആ വീട് എത്ര ശ്രമിച്ചിട്ട് അവർ ഒത്തിരി പണിതിട്ട് പോലും ആ വീടിന്റെ ആ ചോർന്നൊലിക്കുന്ന ഭിത്തിയിലൂടെയൊക്കെ വീഴുന്ന വെള്ളം മാറുന്നില്ല. ഒരു ദിവസം കൈവച്ചിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ കൽപ്പിക്കുന്നു, എൻ്റെ ഭവനം ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞ് ഒരു സഹോദരി സാക്ഷി നമ്മൾ കേട്ടായിരുന്നല്ലോ. പിന്നീട് ഇന്ന് വരെ പെരുമഴ പെയ്തിട്ട് പോലും ചോർന്നിട്ടില്ല. നോക്കുമ്പോൾ ചെറിയ കാര്യമല്ലേ, സ്വന്തം ഭവനമല്ലേ, ചെവിയും കാതുമില്ലാത്ത ഭിത്തി വരെ കേട്ടത് കണ്ടോ? അങ്ങനെ ഓരോ വിഷയത്തിന്റെ മേലെ ഒന്ന് കൈവച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി ആ സഹോദരിക്ക് നാളെ ഇതേപോലെ ഒരു വിഷയക്കാരൻ പറയുക, എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ചാടി പ്രാർത്ഥിക്കുക. കാര്യം എന്തുവാ? ഒരു എക്സ്പീരിയൻസ് കിട്ടി. ഇങ്ങനെ എക്സ്പീരിയൻസുകൾ ഉണ്ടാകട്ടെ നിങ്ങളുടെ അകത്ത്. അല്ലെ നിങ്ങൾ ഇപ്പോഴും കറങ്ങിക്കൊണ്ടേയിരിക്കും, ആരുടെയെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. നിങ്ങളകത്ത് വിശ്വാസമുണ്ട്, അത് പ്രവർത്തിക്കത്തുമില്ല, അതിങ്ങനെ ചുക്കിൽ പിടിച്ച് കിടക്കും. അഭിഷേകമുണ്ട്, അതെല്ലാം അവിടെ തന്നെ ഇരിക്കും. വചനമുണ്ട്, അതെല്ലാം അവിടെ തന്നെ ഇരിക്കും. ഒരു ചലനം ഉണ്ടാകത്തില്ല. ഞാൻ വീണ്ടും പറഞ്ഞത്, കോൺഫിഡൻസിലൂടെ നമ്മുടെ വിശ്വാസത്തെ പുറത്തെടുക്കണം. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ തുനിഞ്ഞിറങ്ങണം. കടവാരത്ത് നോക്കിയിട്ട് പറ, ഇന്ന് എനിക്ക് കടവാരം കൊണ്ട് ഞാൻ മൂടിക്കിടക്കുമായിരിക്കും, പല പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുമായിരിക്കും. അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറ, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ കൊടുക്കുന്നവനായിത്തീരും. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ കൊടുക്കുന്നവനായിത്തീരും. എൻ്റെ നന്മ കൊണ്ട് ഞാൻ നിറയും. ഞാൻ ആരോഗ്യത്തിൽ ജീവിക്കും. ഞാൻ സമാധാനത്തോടെ ജീവിക്കും. എൻ്റെ തലമുറകളുടെ നന്മ ഞാൻ കാണും. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവേ, ദിവ്യ സമാധാനം ഉണ്ടായി വരട്ടെ. ഞാനൊരു വീടിൻ്റെ മുമ്പിൽ ഒരു കയറി വരുന്ന ഹോളിൽ ഒരു ഫോട്ടോ കാണും, പഴയ ഒരു അപ്പച്ചൻ്റെ ഫോട്ടോ. അപ്പച്ചൻ്റെ ഒരു പാൻസ് ഒക്കെ ഇട്ടിട്ട് കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന അപ്പച്ചൻ്റെ ഒരു മുഖമാണ് ഞാൻ കാണുന്നത്. പക്ഷെ അത് നരച്ച മുടിയല്ല, കറുത്ത മുടിയുള്ള ഒരു പഴയ ഫോട്ടോയാണ്. അതിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് താഴെയായിട്ടൊരു ചെറിയ ചതുരത്തിലുള്ള ഒരു ഫോട്ടോ, വലിയ ഫ്രെയിം ചെയ്ത ഫോട്ടോയല്ല, ഒരു ചെറിയ ടൈപ്പിൽ വെച്ചേക്കുന്ന ഒരു ഫോട്ടോ. അവിടെ ഇങ്ങനെ ഭിത്തിയെ പതിപ്പിച്ചിട്ടേക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. ഒരു പഴയ ഫോട്ടോയാണ്, പക്ഷേ അതിൻ്റെ അകത്ത് കണ്ണാടി വെച്ചിട്ടുള്ളൊരു ഫോട്ടോയാണ്. പാൻസ് ഇട്ടേക്കുന്ന ഒരു ഫോട്ടോയുള്ളൊരു വീടാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചിട്ട് പറയുകയാണ്, ആ ഭവനത്തിൻ്റെ മേലേക്ക് കർത്താവിനോട് ഈ ദിവസങ്ങളിൽ പറയുന്ന ആ കുടുംബത്തെ നോക്കിയിട്ടൊന്ന് പ്രവചിക്ക്. ഞാനും എൻ്റെ തലമുറകളും ഈ നാട്ടിൽ, ഈ പട്ടണത്തിൽ ഞങ്ങൾ യേശുവിൻ്റെ സാക്ഷിയായി തീരുമെന്ന് ആ കുടുംബത്തെ നോക്കി ഒന്ന് വിളിച്ചു പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞ, കുടുംബത്തിൻ്റെ അകത്തെ കലഹത്തിൻ്റെ സകല വിഷയങ്ങളും കുടുംബത്തിൻ്റെ മേൽ നിന്ന് മാറിപ്പോകാൻ പോവാം. സകല കലക വിഷയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി പോവുക. ദൈവത്തിൻ്റെ സമാധാനം ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകാൻ വേണ്ടി പോവുക. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിൻ്റെ ദിവ്യ സമാധാനത്താൽ നിറയുന്നല്ലോ, ദിവ്യ സമാധാനത്താൽ ഇന്ന് ആ കുടുംബം നിറയുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ,
അതോടൊപ്പം തന്നെ കർത്താവിനൊരു വാക്കിങ്ങനെ പറയുക, ഒരു ഭവനത്തിൻ്റെ അകത്തുനിന്ന് തന്നെ ആ ഒരു ഭവനത്തിൻ്റെ പുറകു വശത്തായിട്ട്, വീടിൻ്റെ പുറകു വശത്തായിട്ട് ഒരു കണ്ടമാണ്. പക്ഷേ ആ കണ്ടത്തിലേക്ക് ഡയറക്റ്റ് ഇറങ്ങുമല്ല, ഇച്ചിരി പൊങ്ങിയാണ് ഈ ബാക്ക് വശം ഇരിക്കുന്നത്. അതിങ്ങനെ നിരപ്പായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷേ ആ കണ്ടത്തിലേക്ക് ഇറങ്ങുന്നതിന് നേരെ ഡയറക്റ്റ് ഇറങ്ങുമല്ല, ഒരു ചെറിയൊരു തട്ട് പോലെ തന്നെ ഒരു തെങ്ങ് നിൽക്കുന്ന ഒരു പോർഷനും കൂടെയുള്ള ഒരു വീടിൻ്റെ ബാക്ക് വശമാണ് ഞാൻ കാണുന്നത്. ഇവിടെ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്, ആ ഭവനത്തിൻ്റെ മേലേക്ക് ദൈവത്തിൻ്റെ ഒരു സ്വസ്ഥത കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോവാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഒരു വ്യക്തിയെ കർത്താവിനെ എന്നെ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കർത്താവിനോട് പറയുന്ന ആ കുടുംബത്തിൻ്റെ മേലേക്ക് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നോട് വാക്ക് പറയുകയാണ്. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുകയും എന്നോട് ഇങ്ങനെ വാക്ക് പറയുകയാണ്, ചില നഷ്ടങ്ങളുണ്ടായ സ്ഥലം, ഒത്തിരി നന്മകൾ, ഒത്തിരി മണ്ണുമായി ബന്ധപ്പെട്ട് ഒത്തിരി നഷ്ടങ്ങൾ, സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒത്തിരി നഷ്ടങ്ങളുണ്ടായ ഭവനമാണ്, ഒത്തിരി നഷ്ടത്തിലൂടെ കടന്നുപോയ ഭവനമാണ്. ഇനി യേശുവിൻ്റെ നാമത്തിൽ നഷ്ടങ്ങളുടെ കഥ പറയത്തില്ല. ആ കുടുംബത്തിൻ്റെ മേൽ വലിയ ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടായി വരാൻ വേണ്ടി പോവുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ കർത്താവെ അങ്ങ് എന്തോ പറഞ്ഞോ ഏറ്റെടുത്തു. ഇതായിട്ടിരിക്കുന്നത്. പിന്നെ പുറകിൽ കണ്ടത്തിന്റെ അവിടെ ഒരു തെങ്ങ് ഇപ്പുണ്ട്. എൻ്റെ അപ്പൻ്റെ അനിയനാണ് ജോസഫ് എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ വീട് വിറ്റിട്ട് ഞങ്ങള് വീട് പെട്ടെന്ന് വിൽക്കേണ്ടി വന്ന് വിറ്റ്. പക്ഷെ അത് ബാക്കി ലോൺ അടിച്ചു. ഒത്തിരി പൈസ ഞങ്ങളുടെ കൈ നഷ്ടം വന്നു. ഇപ്പൊ ഞങ്ങൾക്ക് വീടില്ല, കുറച്ച് പൈസയേ ഉള്ളൂ. വീട് മേടിക്കണം, അതിൻ്റെതായ വിഷമങ്ങളും കാര്യമൊക്കെ ഉണ്ട് വീട്ടില്. സിസ്റ്റർ ഇന്ന് ഏറ്റെടുത്തു. കർത്താവ് ഇന്ന് നഷ്ടം കയറി കൂടിയതാ. നമ്മുടെ ജീവിതത്തിൽ നന്മകളെ മൊത്തം ദൈവം ഇത്രയും അടയാളങ്ങളിലൂടെ വെളിപ്പെടുത്തുവാകട്ടെ സിസ്റ്ററെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. കർത്താവ് ഇനി ഒറ്റ പൈസ പോലും, ഒരു നന്മ പോലും എൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഉറപ്പിക്കുന്ന കർത്താവ്. കുടുംബത്തിൻ്റെ മേൽ ഇനിയൊരു പിശാചും കയറത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, നന്മയെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, അനുഗ്രഹത്തെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇന്ന് വെളിപ്പെടുന്നല്ലോ. കൃപ വെളിപ്പെടുന്നല്ലോ. അപ്പൊ യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. നന്ദി കർത്താവ്. ഞാനിത് പറയുമ്പോൾ കർത്താവോട് പറയുന്നു, അജയൻ ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഏറ്റെടുത്തു സിസ്റ്ററെ. ഞാനിത് പറയുമ്പോൾ അജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന് അജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച ഇങ്ങനെ കുറേ ഈ ഒരു കവറിൻ്റെ അകത്ത് കുറേ പേപ്പറുകൾ ഇങ്ങനെ, അതായത് പേപ്പർ എന്ന് പറഞ്ഞാൽ കുറേ പേപ്പർ വർക്കുകളാണത്. അതുമായിട്ട് ചില ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പോലെയുള്ള കുറച്ച് അതായത് കുറേ എഴുത്തുകൾ ഇങ്ങനെ എഴുതി, കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി, അതായത് നമ്മൾ എഴുത്തെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിശേഷം അറിയിക്കുന്ന എഴുത്തിനെ പറ്റിയ ലെറ്ററുകളല്ല, അല്ലാത്ത കുറേ ഡോക്യുമെൻറ്റ്സ് പോലെയുള്ള എഴുത്തുകൾ അങ്ങോട്ടും കൊണ്ട് എഴുതി ഒരു കവറിൻ്റെ അകത്ത് വെച്ച് പലതവണ കൊടുക്കലും വാങ്ങലും നടക്കുന്ന ഒരു കാഴ്ച ഞാൻ ഈ അജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് കാണുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്ത് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഭാരപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ കൊടുക്കൽ വാങ്ങൽ നിമിത്തം ഒത്തിരി ദുഃഖത്തിലൂടെ കടന്നുപോയി. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ കുടുംബത്തിൻ്റെ മേലേക്ക് ഒരു സമാധാന അന്തരീക്ഷം, ആ കുരുക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ആ കുരുക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ കർത്താവിൻ്റെ ദിവ്യ സമാധാനം ഇന്നവിടെ വെളിപ്പെടട്ടെ. ദിവ്യ സമാധാനം വെളിപ്പെടട്ടെ. ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ ഞങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവം, ഞങ്ങളുടെ ഉള്ളിൽ സമാധാനത്തെ നൽകുന്ന ദൈവം ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്നില്ലപ്പാ. ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പിന്നെയും പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് ഞാൻ പറഞ്ഞ രോഗികളായി ഭാരപ്പെടുന്നവർ, നിങ്ങൾ വെറുതെ ഇരിക്കരുത്. നിങ്ങൾക്ക് മുമ്പിൽ ഒറ്റ ഓപ്ഷൻ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു എന്റെ പേരാണ് ബ്രദർ അജയൻ എന്നാ പറഞ്ഞത് സിസ്റ്റർ, അജയൻ എന്നാണ് പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് യേശുവിൻ്റെ നാമത്തിൽ ആ പേര് ഞാൻ പറഞ്ഞില്ലേ, സൂമിലായിക്കോട്ടെ, ഇത് നമ്മൾ ഈ ഒറ്റ അടിക്ക് ലൈവ് എല്ലാം പോകുന്നതുകൊണ്ടാണ്, നമ്മളെല്ലാവരും ഉൾക്കൊള്ളിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്, പലരോടും ദൈവാത്മ ഇടപെട്ട് നമ്മളതുകൊണ്ടാണ് ഈ കമൻറ്റുകളൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ മിക്സറായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കൃപയാൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവം അത് ചെയ്യുകയാണ്. എൻ്റെ കൂടെ പിന്നെയും പ്രാർത്ഥിച്ചു. ഈ ഒരു സമയത്ത് എല്ലാവരും പ്രാർത്ഥിച്ചു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നതാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, നിങ്ങൾ ഈ മൈക്ക് ആരും ഈ സമയത്ത് ഓൺ ആക്കേണ്ട, ഇതിന് ശേഷം ഓൺ ആക്കിയാൽ മതി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ ഇന്ന് നടക്കട്ടെ, അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, ഞാനൊരു പാസ്പോർട്ടിൻ്റെ നമ്പർ കർത്താവിനെ കാണിക്കുക. അതിൻ്റെ അകത്ത് 913 എന്നുള്ള 913 എന്നുള്ള ഒരു നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു പാസ്പോർട്ട് കർത്താവിന് എടുത്ത് കാണിക്കുകയാണ്. ഞാൻ ആ പാസ്പോർട്ട് കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 913 ഒരു സംഖ്യ ആ പാസ്പോർട്ടിലുണ്ട്. ഞാൻ ആ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാസ്പോർട്ടുകാരൻ, ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒത്തിരി എന്താ പറയുന്നത്, കടത്തിൻ്റെ ഭാരമേന്തിയിട്ട് മുമ്പിൽ വാതിലില്ലാതെ ഈ ഒരു പാസ്പോർട്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയണം, അത് നിമിത്തം തന്നെ കർത്താവ് ഒരു വാതിൽ തുറക്കാൻ വേണ്ടി പോവുക എന്നോട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വരുന്ന ഓഗസ്റ്റ് മാസം ആ വ്യക്തിക്ക് പറയുവാൻ ഒത്തിരി സാക്ഷ്യങ്ങളിലൂടെ ദൈവം നടത്താൻ പോകുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, ഈ വരുന്ന ഓഗസ്റ്റ് മാസം, അതിൻ്റെ അകത്ത് ഓഗസ്റ്റ് മാസത്തിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ പറയുന്നൊരു വ്യക്തിയാക്കി കർത്താവ് ഇന്ന് തീർക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഓടിപ്പോയി ആ പാസ്പോർട്ട് ചെക്ക് ചെയ്യുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവെ, ഇന്നത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ആ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി, ആ ഒരു തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടായി വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പാ, അനുഗ്രഹമാക്കി മാറ്റുന്നില്ലപ്പാ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വീട് കാണിക്കുക. കർത്താവ്, ഈ പഴയ ഒരു വീടാണ്, അതിൻ്റെ അകത്ത് മുകളിൽ നമ്മുടെ ഓടിട്ട ഒരു വീടാണ്. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ തന്നെ വാർക്ക, അതിൻ്റെ ആ ഒരു ഫ്രണ്ട് വശം വാർത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ മേൽക്കൂര ഓടിട്ടേക്കുന്ന ഒരു വീടാണ്. ഒരു മഞ്ഞ പെയിൻറ്റ് പോലെ അടിച്ചേക്കും. മഞ്ഞ എന്ന് പറഞ്ഞാൽ ലൈറ്റ് കളറിലെ, കടുംമഞ്ഞയല്ല, ഈ ലൈറ്റ് കളറിലെ ചന്ദനത്തിൻ്റെ പോലത്തെ കളറുള്ള ആ ഒരു മഞ്ഞ പോലത്തെ ഒരു കളറാണ് ഞാൻ ആ വീടിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കാണുന്നത്. ആ ഒരു വീടിൻ്റെ ഒരു ചതുരം വരച്ച് വെച്ചിരിക്കുന്നത് പോലെ ആ വീട്, അതിന് ചുറ്റുവട്ടം ഇങ്ങനെ ചെറിയ ഒരു തിട്ട പോലെ ഇരിക്കുന്ന ഒരു വീടാണ് ഞാൻ ഈ കാണുന്നത്. ഞാൻ കാണുന്ന അതിൻ്റെ പുറകുവശത്തോട്ടുമൊക്കെ ഈ പറമ്പ് പോലെ കിടപ്പുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ ആ വീടിൻ്റെ അകത്ത് എന്നെ കർത്താവ് വരും. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് ദൈവാത്മാവിൻ്റെ വാക്കിന് പറയുവാണ്, ഈ ജിഷ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ആ കുടുംബത്തിലേക്ക് അയക്കാൻ വേണ്ടി പോവാണ്. ജിഷ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആ കുടുംബത്തിലേക്ക് അയക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു അടയാളമായിട്ട് കർത്താവ് പറയുന്നു, വരുന്ന 60 ദിവസത്തിൻ്റെ അകത്ത് ആ ഒരു വ്യക്തിയെ കുടുംബത്തിലോട്ട് അയച്ച് നിങ്ങളുമായി ബന്ധപ്പെട്ട് വലിയൊരു നന്മയുടെ വാർത്ത കേൾക്കുവാൻ ഇടയായി തീരും. ആ വ്യക്തി ആ കുടുംബത്തിലോട്ട് കയറി വരുന്ന ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവ്, ഇന്ന് ഇപ്പോൾ തന്നെ ദൈവാത്മാവിന് കൃപയാൽ ആ ഭവനത്തിലിരിക്കുന്ന വ്യക്തിയോട് ഞാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, ദൈവത്തെ ആരാധിക്കുക. ആ കുടുംബത്തിൽ യേശുവിൻ്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ ദൈവപ്രവൃത്തികളെ കർത്താവ് അവിടെ ചെയ്യും. കർത്താവ് സാക്ഷ്യമാക്കി മാറ്റും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഞാൻ നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് നിർത്തിയിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ തന്നെ സമയം നമുക്ക് ഒത്തിരി മുന്നോട്ട് പോകുന്നൊരു കാര്യം. ഒന്നത്തെ സമയം ഇപ്പോൾ ചേഞ്ച് ആക്കിയത് ഞാൻ എപ്പോഴും മറന്നു പോകും. നമ്മുടെ സമയവ്യത്യാസം വന്നതുകൊണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് പറഞ്ഞു ഒത്തിരി ലേറ്റ് ആകുന്നുണ്ട്, പിറ്റേ ദിവസം നിങ്ങൾക്ക് ജോലിക്കൊക്കെ പോകേണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ ഇനി ദിവസങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. സാക്ഷ്യം നമ്മൾ പറയുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾ ചുരുക്കം വാക്കുകളിൽ പറയുവാൻ ശ്രമിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലൈവിൽ കാണുന്നവർ ഞാൻ പറയുന്നു, യൂട്യൂബിലായിക്കോട്ടെ, നിങ്ങളിത്, എനിക്കറിയാം ഒത്തിരി ആളുകൾ ഇതിന് ശേഷം പിന്നീട് കാണുന്നവരുണ്ട്. നിങ്ങളോട് ഞാൻ പറയുന്നു, തുടർച്ചയായിട്ട് നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തെ ഉപയോഗിക്കുക. ഇപ്പോൾ കണ്ണാടി വെക്കുന്നവരാണോ, കണ്ണാടി ഒന്ന് പ്രാർത്ഥിക്കുക. കണ്ണാടിക്കെടുത്തതൊന്ന് കർത്താവ്, കണ്ണാടി ഇല്ലാതെ ഞാൻ കാണുമെന്ന് അതൊന്ന് ഉപയോഗിക്കുക. നിങ്ങൾ അഭിഷേകത്തെ, യേശുവിൻ്റെ തിരുമുറിയുടെ കണ്ണിന് സൗഖ്യം വന്നിരിക്കുന്നു, ഉപയോഗിക്കുക. അതിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഒരു പ്രേരണയും ആ ഒരു ഫെയ്ത്തും നിറയുവാൻ ഇടയായിത്തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ വേഗത്തിൽ പറയാം. ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യമുള്ളവർ പറഞ്ഞോട്ടെ. ഞാൻ ടോംസ് വാറിനെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾ പറയരുത്. ആർക്കെങ്കിലും സാക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്ക് സാക്ഷ്യമുണ്ട് പറയാനായിട്ട്. 8 മണിയായപ്പം ഒരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, ഒട്ടും വയ്യ മോളെ, എനിക്ക് വേണ്ടി ഒന്ന് പെട്ടെന്ന് പ്രാർത്ഥിയത്.
എന്റെ ദേഹത്ത് എന്തോന്ന് അറിയാൻ വയ്യ, ശരീരം തളർന്നു വീഴുന്നു. ഞാൻ കട്ടിലേ കിടന്നോണ്ടാ വിളിക്കുന്നേ, എനിക്ക് വെപ്രാളം കയറുന്നു. അപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്യുമായിരുന്നു, കാറിനകത്ത് ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞ് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു 9:30 എന്നെ വിളിച്ച് പറയുന്നു, മോളെ എനിക്ക് പൂർണ്ണ സൗഖ്യത്തി. ഞാൻ ചാടി എഴുന്നേറ്റ് ഞാനിപ്പോ മിടുക്കിയായിട്ട് ഇവിടെ നിൽക്കുമെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് പറയാനിടയായി. എല്ലാ മഹത്വത്തിന്റെ യേശുവിന്. ആമേൻ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ കർത്താവ് കൊടുത്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് എന്റെ ഒരു ചിറ്റ വന്നു. അപ്പൊ ചിറ്റയോട് എനിക്ക് യേശുവിനെ പറ്റി പറയാൻ ഇങ്ങനെ വായിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ ഇന്ന് ഉപയോഗിച്ചു. ഇന്നലത്തെ വചനം പോലെ എനിക്ക് ഒത്തിരി പറയാൻ. ഇപ്പൊ ചിറ്റയ്ക്ക് പേടി, ഞാൻ യേശുവിനെ പ്രാർത്ഥിക്കും, വേറെ എവിടെയോ ചിറ്റ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്, അവിടെ ഞാൻ ഉടമ്പടി എടുക്കുന്നുണ്ട്. അപ്പൊ അവരെന്നോട് ശക്തി എന്നോട് കോപിക്കുകയല്ലേ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. കാൽവരി ക്രൂശിലെ ദൈവത്തെ ഉപേക്ഷിച്ച് വിശ്വസിച്ച് ബ്രദർ പറഞ്ഞ വചനങ്ങളൊക്കെ ഞാൻ എഴുതി എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നെ വീട്ടിൽ ചെന്ന് തന്നെ വിളിച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ആ രൂപങ്ങളെല്ലാം എടുത്ത് മാറ്റി, ഞാൻ ബൈബിള് മാത്രം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ടേബിളെ വെച്ചു. ഞാൻ ഇന്നു മുതൽ അങ്ങനെ പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞു. എനിക്കിന്ന് അങ്ങനെ എന്റെ ചിറ്റയോട് അങ്ങനെ പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് സംസാരിക്കാൻ പറ്റി. ഇത്രയും നാൾ എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ പറഞ്ഞ് എനിക്കത് ഒത്തിരി സന്തോഷം. എന്നെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചതിന് എന്നെ ഒത്തിരി നന്ദി പറഞ്ഞു ദൈവത്തോട്. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ, അത് വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു അനുഗ്രഹമാണ്. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് സിസ്റ്റർക്ക് എന്ത് ചെയ്യുന്നത്, യേശുവിനെ പറയുവാൻ കർത്താവിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇടയാക്കിയത്. മാത്രമല്ല പറഞ്ഞ പോലെ തന്നെ എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ ഒരു തീരുമാനം എടുക്കുവാൻ ആ ആൾക്കൊരു വ്യത്യാസം കൊടുത്തു. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. കർത്താവ് ഉപയോഗിച്ചു. നമ്മൾ പറയേണ്ട ദൈവം നമ്മളെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ കുടുംബം രക്ഷപ്പെടാം. ഇനി നാളെ ആ സഹോദരി പ്രാർത്ഥിക്കുകയും വചനം പഠിക്കുകയും മറ്റൊരാൾക്കൊരു അനുഗ്രഹമാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കർത്താവ് പ്രതിഫലം തരും, കർത്താവ് സന്തോഷിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. ഹലോ പറഞ്ഞു. ഞാന് ഇപ്പൊ അജയ് എന്ന് പറഞ്ഞ ആ ബ്രദർ. ഒരു മിനിറ്റ് ബ്രദർ പറഞ്ഞു. ബ്രദറിന് ഞാനാണ് മെസ്സേജ് ഇട്ടിരുന്നത്. ഇതൊരു കാണുമെന്ന് അറിയത്തില്ലായിരുന്നു. എന്റെ മോനാണ്, ദുബായിലായിരുന്നു. അപ്പൊ അവന് 2-3 ദിവസം കൊണ്ട് തീരെ തൊണ്ടയെ സംസാരിക്കാൻ പോലും വയ്യാത്ത ഭയങ്കര പ്രശ്നമായിരുന്നു, അസ്വസ്ഥയായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ പോയി ഇന്നലെ വൈകുന്നേരം അവിടെ നിന്നിരുന്നു. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, യേശുവോട് തിരുമുറുവിന് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മോന് പോകാൻ പറ്റിയില്ല, റൂമിൽ വന്ന് അസ്വസ്ഥമായിരുന്നു. ഞാൻ പറഞ്ഞു, ജീസിന്റെ അധ്വാനം വല്ലതും അതേ ഹോസ്പിറ്റലിൽ നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല, ഈശോയുടെ തിരുമുറുകള സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് അത്ഭുതം ചെയ്തു. എന്ന് വിളിച്ചപ്പം തൊണ്ടയ്ക്ക് ഒരു പ്രോബ്ലവും ഇല്ല, നല്ല സന്തോഷത്തിലെ സ്വരത്തില് സംസാരിച്ചു. ആമേൻ. ഞാൻ ഈ ഒരു സഹോദരിയുടെ കാര്യമാണ് തുടക്കത്തിൽ പറഞ്ഞത് സിസ്റ്റർ. ഞാൻ ആ മെസ്സേജ് വൈകുന്നേരമാണ് ടെസ്റ്റ് മണി കണ്ടത്, സാക്ഷ്യം കണ്ടത്. ഞാൻ അപ്പോൾ തന്നെ മെസ്സേജ് ഒന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിട്ട് ഈ സഹോദരിയെ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ് 2 വാക്കാണ് പറഞ്ഞത്. ഒന്ന്, ആ മോൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ജിസിൻ്റെ അധ്വാന ഫലം നഷ്ടപ്പെട്ടു പോയി. അതിനർത്ഥം അധ്വാന ഫലം കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊടുക്കത്തില്ല. 2, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഈ 2 വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ മകൻ എന്ത് ചെയ്തു? പൂർണ്ണ സൗഖ്യമാകാതിനെന്ത് അല്ല എന്ത് ചെയ്താനെ. ചിലപ്പം ഞാൻ പറഞ്ഞത് ഇതിനൊന്നും ഞാൻ എതിരാണ് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെ മുമ്പിലുള്ള സാധ്യതകളെ നാം ഉപയോഗിക്കാൻ പഠിക്കണം. ആ അമ്മ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിലോ, മോൺ ഹോസ്പിറ്റലിൽ ഇപ്പോൾ റെസ്റ്റ് ചെയ്യും, 2 ദിവസം ജോലിക്ക് പോകാൻ പറ്റത്തില്ല, മരുന്ന് കഴിക്കും, അങ്ങനെ അങ്ങ് ഇരിക്കും. ചിലപ്പം നമുക്കറിയത്തില്ല വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമോ. ഇല്ല, അവിടെ പ്രാർത്ഥിച്ചു, വചനം പറഞ്ഞു, അഭിഷേകത്തെ ഉപയോഗിച്ചപ്പോൾ മകൻ പറഞ്ഞു, കർത്താവ് എന്നെ സൗഖ്യമാക്കി. കണ്ടോ? ഇതേപോലെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ റിസൾട്ട് നിങ്ങൾ കാണുന്നതാണ്. അവിടെ കോൺഫിഡൻസ് വർദ്ധിക്കുക, വിശ്വാസത്തെ ഉപയോഗിക്കുക. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ അജയ് എന്ന് പറഞ്ഞ സാക്ഷ്യം പറയുമെന്ന സൗകര്യം ഏതായിരുന്നു? അതാരായിരുന്നു? എന്റെ ചർച്ചിൽ വരുന്ന ഒരു ബ്രദറാ. ഒത്തിരി പാർട്ടി കൂടെ കടന്നു പോവാ ബ്രദറെ. അപ്പം അതിങ്ങനെ ഒത്തിരി ഔഷധന്മാരിങ്ങനെ പറയുന്നുണ്ട് ഓരോ വരുന്നതും. അപ്പം ബ്രദറും അത് വെളിപ്പെടുത്തി. ഞാൻ ഈ വചനം അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കായിട്ടെന്ന് ബ്രദറെ. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചോണം. ദൈവാത്മ വെളിപ്പെടുത്തിയാണ് അജയ് എന്നുള്ള പേര്. പ്രാർത്ഥിക്കുക, കർത്താവ് അത് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട് ബ്രദറെ. ഒരു ഞാന് പാസ്പോർട്ട് 2 പ്രാവശ്യം എടുക്കാൻ പോയിട്ട് പറ്റിയില്ലായിരുന്നു. ബ്രദർ ഒരു ആലോചന പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഒരു ചുമന്ന ബാഗിൽ ഇങ്ങനെ വസ്ത്രം അടിക്കുക, അത് ഞാൻ ഏറ്റെടുത്ത് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം പെട്ടെന്ന് അപേക്ഷ കൊടുത്തു. ഇപ്പൊ പാസ്പോർട്ട് കൈ കിട്ടി. ഞാൻ അത് സൂം മീറ്റിംഗിൽ ഇവിടെ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതും കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ കുടിച്ചു കഴിഞ്ഞപ്പം തൊട്ടേ ആമേൻ. തീരുമാനം
നിങ്ങൾ സാക്ഷ്യം പറഞ്ഞ ശ്രദ്ധിച്ച ഒരാൾ ഹലോ പറഞ്ഞു. ഹലോ ബ്രദറെ ആ എനിക്ക് രണ്ട് സാക്ഷിയുണ്ട്. പറഞ്ഞു. ഒന്നാമത് എനിക്ക് ഞാൻ ആക്ച്വലി 56 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. എന്റെ യൂട്രസ് എല്ലാം എടുത്തിട്ട് ഏകദേശം ഒരു 9 വർഷമായി. അപ്പൊ ഞാൻ നേരത്തെ എനിക്ക് വെയിറ്റ് ഒന്നും കൂടാതെ ഇങ്ങനെ എക്സർസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഈ കുറെ വർഷങ്ങളായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞാണ് എന്റെ വെരിക്കോസ് വെയിൻ ബ്രദറിന്റെ വചനം കേട്ടിട്ട് അത് ഞാൻ വിശ്വസിച്ചിട്ട് എന്റെ വെരിക്കോസ് വെയിന്റെ കാലിന് ഭയങ്കര വേദനയായിട്ട് എനിക്ക് അത് സൗഖ്യമായത് ഞാൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞതാണ്. പക്ഷെ ഈ 3-4 ദിവസം കൊണ്ട് ഞാൻ ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ പറഞ്ഞു എന്റെ കാലിന് ദൈവം പൂർണ്ണ സൗഖ്യം തരും. മുട്ടിന് വേദന, കാലിന് വേദന, എനിക്ക് എക്സർസൈസ് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല, കാലിന് അതിഭയങ്കരമായ വേദനയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ബ്രദർ പറഞ്ഞിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. ആദ്യമൊക്കെ നിങ്ങൾക്ക് ചിലപ്പം പിന്നെ സൗഖ്യം ആകത്തില്ലായിരിക്കും, പക്ഷെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. എന്നിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ ആ പരിശുദ്ധാത്മാവ് ഞാൻ ദൈവം വസിക്കുന്ന മന്ദിരമാണ് എൻ്റെ ശരീരം. ഇതിൽ രോഗത്തിനിരിക്കാൻ പറ്റത്തില്ല. ഞാൻ രോഗത്തോട് ഔട്ട് പറഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയാല് ഞാനിപ്പോ നല്ലവണ്ണം സ്റ്റെപ്പ് കയറുകയും ഓടുകയും ഞാൻ നേരത്തെ കാല് നല്ല രീതിയിൽ എക്സർസൈസ് ചെയ്യുകയും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ഇപ്പൊ ദൈവത്തിന്റെ കൃപയാൽ ആ വചനം എന്നെ ശക്തീകരിച്ചു. ആ വചനത്തിന്റെ ശക്തിയിൽ ഞാൻ എല്ലാ ജോലിയും നന്നായിട്ട് ചെയ്യുകയും എക്സർസൈസ് ചെയ്യുകയും ഈ വയസ്സിലും നല്ല രീതിയിൽ എനിക്ക് സ്റ്റെപ്പ് കയറാനും ഓടാനും എക്സർസൈസ് ചെയ്യാനും ഒക്കെയും കർത്താവ് എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ പിന്നെ ഹസ്ബൻഡ് ഒരാഴ്ചയായിട്ട് വീണ് സ്ലിപ്പായിട്ട് സ്റ്റെപ്പിൽ നിന്ന് സ്ലിപ്പായിട്ട് കാല് മടങ്ങിയിരിക്കുക. എക്സ്റേ ഒക്കെ എടുത്തു. അപ്പൊ അതില് കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്നും എഴുന്നേൽക്കുമ്പോ ഈ കാലിന്റെ അവിടെ ഇങ്ങനെ നീര് പോലെയുണ്ട്, പിന്നെ കാല് പെരുത്തിരിക്കുക. ഞാൻ കുറെ ദിവസം ഇങ്ങനെ പറഞ്ഞ് പുള്ളി എന്നും ഓയിൻമെന്റ് തേച്ചോണ്ടാ വരുന്നത്. ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നിൽ ഒരു ശക്തിയുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിന്റെ എന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. ആ ശക്തി എന്നിലൂടെ ഒഴുകി ഈ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച് പൂർണ്ണ സൗഖ്യത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയാൽ ഈ 2 ദിവസമായിട്ട് പുള്ളി ഒരു വേദനയുമില്ല, പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ദൈവത്തിന് ഒത്തിരി മഹത്വം. പ്രാർത്ഥിച്ച് ആമീൻ. തീർച്ചയായിട്ടും പ്രിയ ആൻറ്റി പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ നിങ്ങൾ കേട്ടല്ലോ, ശരീരത്തിൻ്റെ അകത്ത് വേദനകളുണ്ടായിരുന്നു, നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു, എക്സസൈസ് ഒന്നും ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു, നിങ്ങൾ പറഞ്ഞ പോലെ വല്ലാത്ത സ്റ്റേജിലായിരുന്നു. പക്ഷേ വചനം പറഞ്ഞ് അടിച്ചു. ആദ്യം ഒന്നും കണ്ടില്ല, ഒരു വ്യത്യാസവും കണ്ടില്ല, പക്ഷെ നിർത്തിയില്ല, പറഞ്ഞുകൊണ്ടിരുന്നു, തുടർമാനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഏതോ ഒരു സമയത്ത് ആ വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ച് പറഞ്ഞ പോലെ ഇപ്പോൾ ഓടുന്നു, ചാടുന്നു, എക്സസൈസ് ചെയ്യുന്നു, ഒരു കുഴപ്പവും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വയസ്സായെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല, മുട്ടുവേദന ഇരിക്കാൻ പറ്റത്തില്ല, ചാടി എണീറ്റ് ഓടിക്കുവാണ് യേശുവിന് വേണ്ടി. പറഞ്ഞു തന്നെ പ്രിയ ഹസ്ബൻഡിനും അതേപോലെ ബുദ്ധിമുട്ടായിരുന്നു. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ വീഴ്ച നിമിത്തമുണ്ടായ വേദന പൂർണ്ണമായും സൗഖ്യമായി. ഈ ദിവസങ്ങളിൽ എനിക്ക് പ്രായസംബന്ധമായിട്ട് 40, 50, 60, 70 വയസ്സൊക്കെ ആകുമ്പോൾ രോഗം വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ യേശു എനിക്ക് ആരോഗ്യമുണ്ട്, ഓടിക്കുക, ചെറുപ്പക്കാരെ പോലെ അങ്ങ് ഓടിച്ചാടി നിങ്ങൾ ഓടണം. കർത്താവിൻ്റെ ശക്തി നിങ്ങളിൽ വ്യാപരിച്ച മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തിയാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മരിച്ച ഡെഡ് ബോഡീനെ, കൈയും കാലും ചലിപ്പിക്കാൻ പറ്റാത്ത മരിച്ച ഡെഡ് ബോഡീനെ ഉയർപ്പിക്കാൻ കർത്താവിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മതിയെങ്കിൽ അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ബൈബിളൊക്കെ വായിക്കുന്നത്. ദിവ്യാരോഗ്യം, ദീർഘായുസ്സും നമ്മുടെ അവകാശം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ള ഒരു വേഗത്തിൽ പറഞ്ഞാണ്ട്? ഹലോ ബ്രദറെ, പറഞ്ഞു. ഇന്ന് ഹലോ ബ്രദറെ പറഞ്ഞോട്ടെ. ബ്രദറെ, ഇന്ന് എന്റെ കുഞ്ഞിങ്ങനെ എഴുതുമായിരുന്നു. ആന്ന് എഴുതി അവൾക്ക് എങ്ങനെ നോക്കിയിട്ടും അത് എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നീ കോൺസെൻട്രേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് എഴുതാത്തത്, ശ്രദ്ധിച്ച് എഴുതാൻ പറഞ്ഞു. അപ്പൊ കുട്ടി, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അവള് പെൻസിൽ മാറ്റി വെച്ച് അവള് പാമ്പുകളും തെളികളും എന്നുള്ള ആ വചനം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. അവൾക്ക് 4 വയസ്സേ ആയിട്ടുള്ളൂ. പലപ്പോഴും ഈ സൂം മീറ്റിംഗ് ഞാനും മമ്മിയും കേൾക്കുമ്പോൾ അവൾ ഇതിലൂടെ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഈ വചനം അവൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇതിൽ വരുന്ന സാക്ഷ്യങ്ങൾ എത്രത്തോളം അവൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് അവൾ വളരെ വിശ്വാസത്തോടെ ആ സാക്ഷി മീൻസ് വചനം പറഞ്ഞു. എന്നിട്ട് അവൾ കറക്റ്റായിട്ട് എഴുതി. എന്നിട്ട് അവൾ എൻ്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി. അപ്പൊ നമ്മള് മനസ്സറിഞ്ഞ് വചനം പറഞ്ഞു കഴിഞ്ഞാല്
അത് കർത്താവ് കേൾക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്നുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ അവൾ തന്നെ പറഞ്ഞാലും അവൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നുള്ള ഒരു വിശ്വാസം അവൾ ഈ സൂം മീറ്റിംഗ് അതിലൂടെയൊക്കെ കേൾക്കുന്നതിന്റെ ഫലമായിട്ടാണ് അവൾക്കത് കിട്ടിയത്. അപ്പം എനിക്കത് ഭയങ്കര ഒരു സന്തോഷം കിട്ടി. കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് ആമേൻ. തീർച്ചയായിട്ടും പ്രീസ്റ്റ് പറഞ്ഞ പോലെ തന്നെ കർത്താവിൻ്റെ വചനം പറഞ്ഞ കുഞ്ഞിൻ്റെ ഉള്ളിൽ പോലും ആ വചനം പതിയുകയും ആ മകൾ അത് പറയുകയും ആ വചനത്താൽ ഉറക്കുകയും കുഞ്ഞു മനസ്സിൽ പോലും അത് പതിയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എത്രത്തോളം അവരെല്ലാവരെയും ആ കുടുംബത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, വീണ്ടും വീണ്ടും വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുക. ദൈവം നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു ഹലോ ഹലോ പറഞ്ഞു. ഒരാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ മറ്റാൾ മ്യൂട്ട് ചെയ്യണേ. ആ പറഞ്ഞു ഹലോ പാസ്റ്റർ. പറഞ്ഞു. ഞാനായിരുന്നു കേട്ടായിരുന്നു. എല്ലാവരോടും വചനം, അതാണ് എന്റെ ഏറ്റവും വലിയ ഇത്. ഞാൻ ഇങ്ങനെ വഴിയിലൊക്കെ നടക്കുമ്പോ ആരെങ്കിലും പ്രയാസം പറയുവാണ്, ഞാൻ അപ്പൊ തന്നെ പ്രാർത്ഥിക്കട്ടെ എന്ന് വെക്കും. ചിലപ്പോ ഒന്നും ഇല്ലാത്തവരായിരിക്കും. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു 50 രൂപ കൊടുക്ക എന്നൊക്കെ തോന്നിയില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ ഈ വചനം അങ്ങ് കയറി വരെ. അപ്പൊ തന്നെ ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. വലിയ വഴിയിലാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് അങ്ങ് പ്രാർത്ഥിക്കും. എനിക്ക് വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയൊരു ദൈവം അനുഗ്രഹിച്ചു തന്നിട്ടും. ഇതിപ്പോ ചിലപ്പോ ഭാര്യമാർ ഭർത്താക്കന്മാർ മദ്യപാനികളായിട്ട് വിഷമിച്ചിരിക്കണം. അങ്ങനെ 2-3 പേർക്ക് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നടു റോഡിലായിരുന്നു, ഹൈക്കോർട്ട് ജംഗ്ഷനിലാട്ടെ ബ്രദറെ. അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാവരും എന്നെ നോക്കി, പക്ഷെ എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. ഞാൻ ശക്തമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങ് പോകുന്നു. ഞാൻ പക്ഷെ റിസൾട്ട് ഒന്നും നോക്കാൻ നിൽക്കാറില്ല. എന്ന് വെച്ചാൽ ദൈവം ചെയ്യണേ ദൈവം ചെയ്തോളൂ, എന്റെ ഉത്തരവാദിത്തം ഞാൻ ചെയ്യും. എനിക്ക് അതൊരു ഭയങ്കര ഇതായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ പാസ്റ്ററെ. എനിക്ക് കൂടുതൽ ദൈവത്തെ അറിയണം, ദൈവവേല ചെയ്യണം. അതാണ് എന്റെ ഏറ്റവും വലിയ. തീർച്ചയായിട്ടും പ്രേസ് പറഞ്ഞ പോലെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇപ്പോൾ ഒരു പ്രേരണയുണ്ടാകും. നടു റോഡിലാണെങ്കിൽ പോലും ആ വഴി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. അത് ദൈവം കൊടുക്കുന്ന ഒരു ധൈര്യവും ബലവുമാണ് കൂടുതൽ ജ്വലിപ്പിക്കുക. അനേകരെ പ്രാർത്ഥിച്ച് വിടിവിക്കുവാൻ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കും. ആ ധൈര്യം ദൈവം തരുന്നതാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും വർദ്ധിപ്പിക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. എനിക്കൊരു വിഷയം പറയാനുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ കുടിച്ചു. അതിൽ ഒരു കുഴപ്പം വരാതിരിക്കാൻ പ്രാർത്ഥിക്കണേ. മോനെ, ഞാൻ പറയുന്ന കേൾക്കാനൊക്കത്തില്ല. കേൾക്കുന്നുണ്ട്. കർത്താവ് തീർച്ചയായിട്ടും ആ വിഷയത്തിന് മേൽ അത്ഭുതമാക്കി. നമ്മൾ നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അതിൻ്റെ മേൽ ദൈവം ജയം എടുത്തു കഴിഞ്ഞു. ഇനി ധൈര്യമായിട്ട് നന്ദി പറഞ്ഞാൽ മാത്രം മതി. കർത്താവ് അതിൻ്റെ മേൽ നടന്നിരിക്കുന്നു കേട്ടോ. ധൈര്യമായിട്ടിരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് കർത്താവ് സാക്ഷ്യമാക്കി. പറഞ്ഞ കർത്താവിൻ്റെ തിരുമുറിവിനവിടെ അത്ഭുതം നടക്കും. അനർത്ഥം അവിടെ ഒരു അനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റി. പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞു. എന്റെ ഫ്രണ്ട് ഉച്ചക്ക് വിളിച്ചിരുന്നേ, ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നേ. അപ്പൊ ആ ഫ്രണ്ടിന് ഇതുപോലെ പൾസ് കാണാണ്ടായി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വീട്ടിനകത്ത് തന്നെ ഉണ്ട്, അവിടെ കിട്ടും, നീ തെരഞ്ഞു നോക്കുമെന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് മെസ്സേജ് അയച്ചു, ആ വീട്ടിനകത്ത് തന്നെ കിട്ടി എന്നൊക്കെ പറഞ്ഞു. അതൊരു വലിയൊരു അനുഗ്രഹം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ പോലും പ്രാർത്ഥനയിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പോയിട്ടുണ്ടായിരുന്നു. പറഞ്ഞു. എനിക്കൊരു സാക്ഷ്യം പറയാറുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. അതെ, ഇവിടെ ഇങ്ങനെ ആടുകൾക്കും, ഞങ്ങൾ ഇവിടെ ഒരു വീട്ടില് പറമ്പ് നോക്കാൻ നിക്കണതാ. അവിടെ ആടുകള് ഒക്കെ വയ്യായും പിന്നെ മോന്റെ മക്കൾക്കും 2 ആൾക്കും പനി വന്നിട്ട് ഇന്നലെ കുറവുണ്ടായി. പിന്നെ ഇന്ന് ആദ്യം തുടങ്ങിയ പനി ഭയങ്കരം. ഇവിടുന്ന് പോയി ആ ശ്വാസപ്രകാശം ഇട്ട് വെച്ചത് ഇടാൻ വരെ സമയം കിട്ടാത്തൊരവസ്ഥ. മോനാണെങ്കിൽ ഭയങ്കര ജോലിയിലൊക്കെ പരാജയം. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ധൈര്യമായിട്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ അതിൻ്റെ റിസൾട്ടുകൾ നമ്മൾ കാണും. ഇപ്പോൾ ഇത് മുന്നിൽ പറഞ്ഞാൽ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്തതിന് നന്ദി എന്ന് പറഞ്ഞാൽ മതി. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാൽ മതി. ഈ ദിവസങ്ങളിൽ അതിൻ്റെ റിസൾട്ടുകൾ കാണും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
ബ്രദർ പ്രൈസിലോട് ഇന്നലെ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു ഈ സൂം മീറ്റിങ്ങിൽ. ദൈവം അതിശയം പ്രവർത്തിച്ചു. അതിന് നന്ദി പറയാനാണ്. ദൈവം ഡോക്ടറെ അടുത്ത റിപ്പോർട്ട്, ബയോപ്സിയുടെ റിപ്പോർട്ട് കൊണ്ടുപോയപ്പോൾ ഒരു കീമോ റേഡിയേഷനോ ഒന്നും ആവശ്യമില്ല. ദൈവം അത്ഭുതകരമായിട്ട് അങ്ങനെ പറയാൻ ദൈവം സഹായിച്ചു. പ്രാർത്ഥിച്ചതിനായി നന്ദി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും ഇന്നലെ പറഞ്ഞ് നമ്മൾ കേട്ടായിരുന്നു ചെറുപ്പക്കാരൻ്റെ കാര്യത്തിൽ ക്യാൻസറിൻ്റെ റിസൾട്ട് വന്നതാണ്. പക്ഷേ അവിടെ നമ്മൾ വിശ്വസിച്ച് പറഞ്ഞില്ല, ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ തന്നെ അവിടെ ഡോക്ടർ തന്നെ പറയും ഇതൊന്നും വേണ്ടാന്ന് തന്നെ. പക്ഷെ അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു ഒരു ആവശ്യമില്ല എന്ന് പറയാൻ തക്കോണം ഇടയായല്ലോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ഇടപെട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമാണ് ട്രംപ് വിജയിക്കണമെന്ന്. അപ്പൊ ഇടയ്ക്ക് ട്രംപ് വിജയിക്കത്തില്ല എന്നൊക്കെ ഇവിടെ എല്ലാരും പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ട്രംപ് വിജയിക്കും. ഞാൻ അന്നേരം മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, ഞാനത് സാക്ഷ്യം പറഞ്ഞോളാം. ട്രംപ് വിജയിച്ച് ദൈവത്തിന്റെ നന്ദി. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി തന്നെയാണ് ട്രംപ് അവിടെ കയറുന്നത്. ദൈവത്തിൻ്റെ വലിയൊരു പ്രവചന ആലോചന തന്നെ എൻ്റെ അത് പിന്നിലുണ്ട്. അത് വലിയൊരു ദൈവപ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദൈവത്തിന് അന്ത്യകാലഘട്ടത്തിൽ ഉള്ള പദ്ധതിയിലാണത്. നമ്മളൊരു സാധാരണ കാര്യമായിട്ട് കാണും. ഞാനും ഒന്ന് ആ റിസൾട്ട് കാണുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു പ്ലാൻ തന്നെ എൻ്റെ അകത്തുണ്ട്. ഈ വർഷങ്ങളിൽ നമ്മളത് കാണും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറ് പറഞ്ഞു. ബ്രദർ, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞു ബ്രദറ് ഒരുമിച്ച്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഓഫീസിലെ കൊളീഗാണ്. അവൻ വീട്ടില് തല കറങ്ങി വീണു. എന്നും തലവേദനയാണ്. അപ്പൊ എനിക്കിങ്ങനെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദൈവമേ, ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാ. അപ്പൊ പ്രാർത്ഥിച്ചാൽ എന്ത് വിചാരിക്കും? എനിക്ക് അതൊരു വിഷമായിരുന്നു. ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഉടനെ പ്രാർത്ഥിക്കാറുണ്ട്. ഇവൻ എന്ത് വിചാരിക്കുന്ന വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല. പക്ഷെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ബ്രദറിന്റെ ഈ ക്ലാസ് മുഴുവൻ രോഗസൗഖ്യവും കൈവച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു നിർബന്ധമായിരുന്നു അതിൽ ആ ആഴ്ച മുഴുവൻ. അപ്പൊ ഇന്നലെയും കൂടെ ബ്രദർ അത് പറഞ്ഞു. അപ്പൊ ഞാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക ഒരു അവസരം തായോ പരിശുദ്ധാത്മാവോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് എനിക്ക് ഒരു അവസരം കിട്ടി. ഞാൻ അക്ഷയ് എന്നാണ് പേര്. അവന്റെ അടുത്ത് ഞാൻ ഇന്ന് തലവേദന എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഹോസ്പിറ്റലിൽ പോവാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അത് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വചനം വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ അവര് അത് വിശ്വസിച്ചിട്ടുണ്ടോന്ന് എനിക്കൊരു വൈകിട്ട് ഞാൻ ചോദിച്ചപ്പോ മുഴുവനും മാറിയിട്ടില്ല. അങ്ങനെ ഒരു ഇതിലാണ് പറയണത്. ഞാൻ ഉറച്ച് തമ്പുരാന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തന്നെ പോയത്. വചനം വെച്ച് ലൂക്ക 10:19 പറഞ്ഞു, യേശു നാമത്തിൽ അക്ഷയുടെ തലവേദന സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആള് അത് തീർച്ചയായിട്ടും സിസ്റ്ററെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോൾ പ്രാർത്ഥിച്ചാലും നമ്മുടെ മനസ്സിൻ്റെ അകത്തുണ്ടാകേണ്ട ഒറ്റ ചിന്ത, യേശു പറയുന്നു രോഗികളെ സൗഖ്യമാക്കുവിൻ, എൻ്റെ കരം രോഗികളുടെ, ബൈബിളിൽ മർക്കോസിൽ പറയുന്നത് രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വന്നിരിക്കുന്നു. അപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ അകത്ത് അവിടെ ഒരു സ്ഥലത്ത് പോലും സൗഖ്യം നടക്കുന്നില്ല എന്ന് പറയുന്നില്ല. നമ്മുടെ വിശ്വാസത്തിൽ എൻ്റെ കൈ വെക്കാൻ വേണ്ടി ആ പറയുന്ന വ്യക്തിയുടെ മേൽ ഇന്ന് 2024 ഏതാണ് ദിവസം ദൈവം കൈവെക്കാൻ എന്നെയാണ് കണ്ടിരിക്കുന്നത്. എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തിരിക്കുന്നു. കർത്താവ് അവനെ സൗഖ്യമാക്കിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ നമ്മളൊരു കാര്യം, നമ്മൾ യേശുവിനെ പറ്റി ആ മകൻ്റെ ശരീരത്തിൽ കൈ വെച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, അതൊരു അബദ്ധമല്ല. ദൈവം മുന്നമേ ആ ദിവസം കണ്ടതാണ്. നമ്മളാണ് ആ വ്യക്തിയിലെ യേശുവിലേക്ക് കൊണ്ടത്. അപ്പം നമ്മുടെ മനസ്സിൽ പിശാചാണ് കൊണ്ടിടുന്നത്, അവന് വിടുതലായില്ല, അവൻ വന്നില്ല. ഈ ഡൗട്ട് ഒരിക്കലും ദൈവം തരത്തില്ല. സിസ്റ്റർ ഇത്രയും ചിന്തിച്ചാൽ മതി, എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തു, കർത്താവ് അവനെ സൗഖ്യമാക്കിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ അവൻ തന്നെ എല്ലായിടത്തും പറയും, ഞാനത് കേൾക്കും. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഡൗട്ട് തരുന്നത് എപ്പോഴും പിശാച. അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞാൽ നിങ്ങൾ കൈവച്ച് നോക്കുക, ചിലപ്പോൾ ഒത്ത് അങ്ങനെ ബൈബിളിൽ പറയുന്നില്ല. നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കുക.
നിങ്ങൾ അവനെ സൗഖ്യം. അപ്പം നമ്മളിലൂടെ ദൈവം അവനെ തൊട്ടതാണ്. അപ്പം കർത്താവിൻ്റെ ഡ്യൂട്ടി ചെയ്തു, എൻ്റെ ഡ്യൂട്ടി ഞാനും ചെയ്തു, കർത്താവ് അവനെ സൗഖ്യമാക്കിയിരിക്കുന്നു, തീർന്നു. ഇത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ ഇനി അതുമായിട്ടൊരു ബന്ധവുമില്ല. അവനും കർത്താവുമായിട്ടാണ് ഇനി ബന്ധം. കർത്താവ് നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്തതിൽ സന്തോഷിക്കുക സിസ്റ്ററെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ കൈ തൊടുമ്പോൾ കർത്താവ് അവനെ സൗഖ്യമാക്കിയിരിക്കുന്നു. കുറച്ചു മുമ്പ് സൗകര്യം പറഞ്ഞു കേട്ടില്ലേ? തുടർമാനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, സൗഖ്യമാകുന്നത് വരെ പറഞ്ഞുകൊണ്ടിരുന്നു, ആ വേദന മാറുന്നത് വരെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ഓടിച്ചാടി നടന്ന പോലെ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ കാണുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കും. ഇനിയും കാണുമ്പോൾ ഇനിയും പ്രാർത്ഥിക്കണം. അവൻ്റെ ആ വേദന മാറുന്നത് വരെ പ്രാർത്ഥിക്കണം. കാര്യം എന്നിലൂടെ അവൻ സൗഖ്യമായിരിക്കും എന്ന് നമ്മൾ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകട്ടോ. ഗോഡ് ബ്ലെസ് യു. നമ്മൾ ഇനിയും പ്രാർത്ഥിക്കും. തലവേദന വരുന്നുണ്ടെങ്കിൽ പോലും ഇല്ല, എന്നെ സൗഖ്യമാക്കിയതാണ് യേശുവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അവനെ അങ്ങ് ബലപ്പെടുത്തിക്കണം. നമ്മൾ പറയണം അതിനി കാണാതെ ഞാൻ തിരിച്ചു, ഇതെൻ്റെ ഡ്യൂട്ടി. ഇത് സിസ്റ്റർ ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ആ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം അല്ലേ? അതേപോലെ നമ്മുടെ ഡ്യൂട്ടിയാണ് രോഗികളെ സൗഖ്യമാക്കുക എന്നുള്ളത്. നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മുടെ ഡ്യൂട്ടിയെ നമുക്ക് ഒഴിയാൻ പറ്റത്തില്ല. നമുക്ക് കർത്താവ് നമ്മളെ ആക്കി വെച്ചേക്കുക, നമ്മളെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മളോട് ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇത് ദൈവം നമ്മോട് അപേക്ഷിച്ചിരിക്കുകയല്ല, നമ്മളെ അപ്പോയിൻമെൻറ്റ്, നിങ്ങൾ പോയി എൻ്റെ സുവിശേഷം അറിയിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ, ഇത് എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. സൗഖ്യം കാണുന്നത് വരെ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. കാര്യം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എനിക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ. നിന്റെ സൗഖ്യം കാണാതെ എനിക്കിനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇത് സിസ്റ്റർ മനസ്സിലങ്ങ് ഉറപ്പിച്ചു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർമാനമായിട്ട് എല്ലാവരും ചെയ്യുക. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിലുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. നമ്മൾ പ്രാർത്ഥന പറഞ്ഞു. എന്റെ അമ്മച്ചിക്ക് ബൈപ്പാസ് മിഷനും ഓക്സിജനിൽ ഇരിക്കുവാണ്. അമ്മച്ചിയുടെ വയറ് വീർത്ത് മുട്ടുകയും ചെയ്യുവാണ്. ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ എപ്പോഴും എന്റെ വയറ് വീർത്ത് മുട്ടിയിരിക്കുക. ആ കൈ അവിടെ വെച്ചു അമ്മച്ചി, ആ കൈ അവിടെ വെച്ചു. കൈ എടുത്ത് ആ വയറിനെ അങ്ങോട്ട് വെച്ചു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഇന്ന് കേട്ട വചനം പോലെ ആ രോഗത്തെ സൗഖ്യമാക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഈ രോഗം യേശു വഹിച്ചതാണ്, ഈ ട്രബിളുകൾ യേശു വഹിച്ചതാണ്. കർത്താവായ യേശുവിൻ്റെ തിരുമുറിവിലുള്ള സൗഖ്യം ആ ശരീരത്തിലേക്ക് ഞങ്ങൾ ഇപ്പോൾ തന്നെ പകരുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ചാടി എണീക്കട്ടെ. രോഗശക്തി വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തെ സൗഖ്യമാക്കുന്നു. അത്ഭുതത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അമ്മ ഇനി ഒരു ആവശ്യമില്ല, ഇപ്പൊ തന്നെ കേട്ടോ കർത്താവിന്റെ സൗഖ്യം ശരീരത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു കേട്ടോ. സൗഖ്യം തന്നതിനായി നന്ദി പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസത്തെ പോലെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി സ്തുതി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ബാക്കിയുള്ള സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് പിന്നെയും കേൾക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മുന്നോട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ഉയർത്തുകയും മാനിക്കുകയും ചെയ്യും. നിങ്ങളുടെ വിശ്വാസത്തെ, കോൺഫിഡൻസിനെ നിങ്ങൾ വിശ്വാസത്തിലുള്ള കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും കൂടെ അത് ഉജ്ജ്വലിപ്പിക്കുക. ചെറിയ കാര്യങ്ങളിൽ പോലും ഉപയോഗിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഉപയോഗിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുക, തലമുറകളുടെ മേൽ ഉപയോഗിക്കുക. അഭിഷേകത്തെ പുറത്തെടുക്കുക. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ച് പറയാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ. ലൈവിൽ ഞാൻ പ്രാർത്ഥന അവസാനിപ്പിച്ചിരിക്കുന്നു. നമുക്ക് സൂമിലേക്ക് ഇനി വിശ്വാസ